ഒരു 2-3 പ്രോഗ്രാമിന് മുമ്പാണ് നമ്മൾ KPAC സൂസൻ അല്ലെങ്കിൽ സൂസൻ രാജിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തത്. അവരുടെ ദയനീയ കഥ കണ്ടിട്ട്, ജീവിത കഥ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, നമ്മുടെ 2 ലക്ഷത്തി ഇന്ന് നോക്കുമ്പോൾ 2,06,000 സബ്സ്ക്രൈബേഴ്സ്. അതിൽ ഒരു 50,000 പേര് 100 രൂപ ഇട്ടാൽ ചേച്ചിയുടെ ജീവിതം സന്തോഷ സുരഭിലമാവും. യൂട്യൂബിൽ നിരന്തരമായി നമുക്കെതിരെ പരാതി പോയി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്ന വളരെ കുറച്ചാണ്. അതാണ് വ്യൂവേഴ്സ് കുറയുന്നു. കാരണം ദിവസവും ഒരു 50 പേരെങ്കിലും വിളിക്കും, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വരുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നു. എനിക്ക് യൂട്യൂബിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പരാതി ചെന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക മിതത്വം അവർ ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ ഇന്ന് ചെങ്കച്ചുള്ള എന്ന് പറയുന്ന രാജാജി നഗറിൽ പോയി ചേച്ചിയെ കണ്ടിരുന്നു. ചേച്ചി നട്ടുച്ച നേരത്ത് അവശയായി ടിക്കറ്റൊക്കെ വിറ്റിട്ട് വന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ മകനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് കൊടുക്കും, ഒരു കോളുള്ള കാര്യം പറയാനാണ്. ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു. ഞാനും സനൽത്തോട്ടുമായിട്ട് ചേച്ചിയെ പോയി കണ്ടു. മലയാളത്തിൽ നല്ല കുറേ സിനിമകൾ ചെയ്ത നിർമ്മാതാവുണ്ട് JJ കുറ്റിക്കാട്. ഇപ്പോൾ JC ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. JC സാറിൻ്റെ കസിനാണ്. ഞാനുമായിട്ട് നല്ല ബന്ധം. നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ച് ലോട്ടറി ടിക്കറ്റ് തന്നാൽ അവരുടെ കയ്യിൽ എത്തിക്കാമോ? അവരുടെ അഡ്രസ്സാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ രാജാജി നഗറിലെ അഡ്രസ്സിലൊക്കെ അയച്ചാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആളിന് കിട്ടുമോ എന്നൊരു സംശയമാണ്. ചിലപ്പോൾ ഈ കൊറിയറുകാരെ കൊണ്ട് കൊടുക്കണമെന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ. എനിക്ക് അയച്ചു തന്നാൽ ഞാൻ കൊണ്ട് കൊടുക്കാം. അപ്പോൾ JC ഫൗണ്ടേഷൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറിയുടെ ഏജൻസി എടുത്തിട്ടുണ്ട് JJ കുറ്റിക്കാട്. ഒരു എന്താ പറയുക, സമയം പോകാനോ തമാശയ്ക്ക് എടുത്തിരിക്കുന്നതായിരിക്കും. അദ്ദേഹം ഈ ബെമ്പർ ലോട്ടറികൾ വരുമ്പോൾ കുറച്ച് ലോട്ടറി എടുത്തിട്ട് സിനിമയിലെ സകലമാന പേർക്കും ഓരോന്ന് ഇരുണ്ട വെച്ച് അയച്ചു കൊടുക്കും. എനിക്കും അയച്ചു തരുമായിരുന്നു. പക്ഷേ ഭാഗ്യഹീനനായിട്ട് എനിക്ക് അടിച്ചിട്ടില്ല. MT സാറിന് 5,000 രൂപ എന്തോ അടിച്ചു. വേറെ ആർക്കൊക്കെ സിനിമാക്കാർക്ക് ചെറിയ തുകകളൊക്കെ അടിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഒരു ബെമ്പർ ലോട്ടറിയുടെ 1-ാം സമ്മാനം JJ കുറ്റിക്കാട് എടുത്ത് JC ഫൗണ്ടേഷൻ്റെ പേരിൽ എടുക്കുന്ന ഒരു ടിക്കറ്റിന് അടിക്കണേ എന്നാണ്. കാരണം അങ്ങനെ ആ ടിക്കറ്റ് അടിച്ചാൽ അതിൻ്റെ കമ്മീഷൻ കിട്ടിയാൽ തന്നെ JC ഫൗണ്ടേഷൻ വലിയ സമ്മാനത്തുക കൊടുക്കുന്ന ഒരു അവാർഡൊക്കെ നിശ്ചയിക്കാൻ കഴിയും. ഇപ്പോൾ എന്തോ കഴിഞ്ഞ 500 രൂപ ടിക്കറ്റ്, ഇപ്പോഴത്തെ 300 രൂപ ടിക്കറ്റൊന്നും എനിക്ക് JJ കുറ്റിക്കാട് അയച്ചിരുന്നില്ല. ചിലപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോൾ പഴയ ആളുകളൊക്കെ കട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ടിക്കറ്റ് അയച്ചു കൊടുക്കുക, അഡ്രസ്സ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം, താങ്കൾ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കൊറിയറിൽ എൻ്റെ പേരിൽ അയച്ചു തന്നാൽ ഞാൻ കൊണ്ട് കൊടുക്കാം. അങ്ങനെ എനിക്ക് ഇന്നലെ JJ കുറ്റിക്കാടിൻ്റെ ഒരു കവർ വന്നു. ഞാൻ കവർ പൊട്ടിക്കുമ്പോൾ 300 രൂപ വിലയുള്ള പൂജ ബെമ്പർ 30 എണ്ണം, 3 ബുക്ക്, അപ്പോൾ 9,000 രൂപ. 40 രൂപ വിലയുള്ള 25 എണ്ണം വീതമുള്ള നാളെയും മറ്റന്നാൾ, വെള്ളിയും ശനിയും ഞെരക്കെടുക്കുന്ന 2 ബുക്ക്, അപ്പോൾ 11,000 രൂപയുടെ ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. പോസ്റ്റ്മാനിൽ നിന്ന് അത് വാങ്ങി അതെല്ലാം നോക്കിയിട്ട് ഞാനും സ്ഥലത്തോട്ടുമായിട്ട് വീട്ടിൽ ചെന്ന് ചേച്ചിയെ ഏൽപ്പിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ താങ്ങും തണലുമായി നിൽക്കുന്ന പെന്തക്കോസ്തിൻ്റെ ഒരു പാസ്റ്ററുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആ ടിക്കറ്റുകൾ ഞാൻ ചേച്ചിയെ ഏൽപ്പിച്ചത്. കണ്ടു. നമസ്കാരം. നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ സൂസി ചേച്ചിയുടെ പ്രോഗ്രാം ചെയ്തിരുന്നു. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. KPAC അടക്കം 100 കണക്കിന് എന്താ പറയുക നാടകങ്ങളിലൂടെ 1000-ലധികം സ്റ്റേജോ 1000-ലധികം അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്ത ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ സ്റ്റോറി കണ്ടപ്പോൾ, ഇത് പാസ്റ്റർ ജിനു പുന്നൂസ്, ഞാൻ ചേച്ചിക്ക് ഇപ്പോൾ ആശ്രയം പാസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ ഗുരുനാഥനായ JC സാറിൻ്റെ കസിൻ JJ കുറ്റിക്കാട്, പ്രശസ്ത സിനിമാ നിർമ്മാതാവ് JJ കുറ്റിക്കാട്, JC ഫൗണ്ടേഷൻ്റെ പേരിൽ ഓരോ ബെമ്പർ ലോട്ടറി വരുമ്പോഴും അതിൻ്റെ കുറേ ടിക്കറ്റ് എടുത്തിട്ട് സിനിമാക്കാർക്കെല്ലാം അയച്ചു തരും, എനിക്കടക്കം. അങ്ങനെ MT വാസുദേവൻ നായർ സാറിനൊക്കെ 5,000 ഒക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമില്ലാത്തതൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ എന്നെ JJ കുറ്റിക്കാട് വിളിച്ചിട്ട് ചോദിച്ചു, ദിനേശ്, ഞാൻ ആ സൂസൻ രാജിൻ്റെ പ്രോഗ്രാം കണ്ടു. ആ പ്രോഗ്രാമിൽ പറയുന്ന അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ ഒരു 5-6 ബെമ്പർ ടിക്കറ്റ് അയച്ചു തന്നാൽ, പൂജ ബെമ്പറിൻ്റെ ടിക്കറ്റ് അയച്ചു തന്നാൽ ദിനേശ് ഒന്ന് കൊണ്ടുവന്ന് സൂസൻ രാജിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അത് ഞാൻ കൊണ്ട് കൊടുക്കാം. അദ്ദേഹം എനിക്ക് ഒരു കവർ അയച്ചു. ഞാൻ നോക്കുമ്പോൾ ശ്രീമതി സൂസൻ രാജ്, കെയർ ഓഫ് ശാന്തിയുള്ള ദിനേശ് എന്നൊക്കെ പറഞ്ഞാണ് അയച്ചു തന്നിരിക്കുന്നത്. തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നാളെ എടുക്കുന്നതും മറ്റന്നാളും എടുക്കുന്നതായ 25 ലോട്ടറി വീതമുള്ള 40 രൂപയുടെ 2 ടിക്കറ്റ്, 2 ബുക്ക്
അപ്പോൾ 50 ടിക്കറ്റ്. അടുത്തതാണ് രസം. ഈ പറയുന്ന പൂജ ബെമ്പർ ഒരു ടിക്കറ്റിന് 300 രൂപയാണ് വില. അപ്പോൾ അതിൻ്റെ 300 രൂപ വിലയുള്ള 3 ബുക്ക്, അതായത് 30 ടിക്കറ്റ്, 9000 രൂപയുടെ ടിക്കറ്റ്. ഇത്രയും ചേച്ചിക്ക് കൊടുക്കാനായി 2-3 ടിക്കറ്റ് അയച്ചു കിട്ടുമെന്നാണ് ചോദിച്ചത്. 9000 11,000 രൂപയുടെ ടിക്കറ്റ് ചേച്ചിക്ക് ജെ കുറ്റിക്കാട് അയച്ചു. വലിയ മനസ്സുള്ള ഒരാളിന് മാത്രമേ അതൊക്കെ കഴിയൂ. എന്തായാലും ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഇറങ്ങിയ പ്രശസ്തമായ ഒരു സിനിമയുടെ ബ്രോഷറും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ചേച്ചി ഏൽപ്പിക്കുന്നു. ഈ 11,000 രൂപ ചേച്ചിക്ക് മരുന്ന് വാങ്ങാൻ ഉപകരിക്കട്ടെ. ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരെല്ലാം നമ്മൾ അഭിനന്ദിക്കണം. നമ്മുടെ പ്രോഗ്രാമിൽ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും എൻ്റെ ഗൂഗിൾ പേ നമ്പരും കൊടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. അത് ചേച്ചിക്ക് കൊണ്ടു കൊടുക്കുന്നത് നാണക്കേടാണ്. ആ പ്രോഗ്രാം അധികം പേര് കാണാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, 2,06,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മളിൽ 100 രൂപ വെച്ച് ഒരു 50,000 പേരിട്ടാൽ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാൻ അതുകൊണ്ട് വീണ്ടും ബാങ്ക് അക്കൗണ്ട്, ആദ്യമായിട്ടാണ് നമ്മളെ പ്രോഗ്രാമിൻ്റെ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പർ വീണ്ടും ഇടുകയാണ്. കഴിയുന്നത് സഹായിക്കണം. കാരണം ചേച്ചിയെ കണ്ടാൽ നമ്മളൊരു അമ്മയെ പോലെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ അപ്പോഴല്ലേ നമ്മൾ മനുഷ്യരാവും. ചെയ്യണം. എല്ലാവരും കഴിയുന്നത്ര സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയും ജെ കുറ്റിക്കാടിന് എൻ്റെ ഒരു നല്ല നമസ്കാരം പറയും. ജെ കുറ്റിക്കാട് സാറിന് അവരുടെ കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും ചെയ്തു തന്നതിന് നന്ദി സാർ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം സാറിന്റെ കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പറയാനുണ്ടല്ലോ? കണ്ടല്ലോ. അപ്പോൾ ചേച്ചിയുടെ ബാങ്ക് അഡ്രസ്സും എൻ്റെ ഗൂഗിൾ പേയാണ് കൊടുത്തത്. കാരണം ചേച്ചിക്ക് ഗൂഗിൾ പേ ഇല്ല. എൻ്റെ ഗൂഗിൾ പേയിൽ വന്ന എമൗണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു ചെറിയ, എനിക്ക് തന്നെ നാണക്കേട് തോന്നിയ ഒരു എമൗണ്ടേ വന്നുള്ളൂ. ഒരു 10,000 രൂപയെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് കൊടുത്തേനെ. ഞാൻ ചേച്ചിയോട് പറഞ്ഞത്, ഏതോ ഒരു വലിയ മനസ്സുള്ള ഒരാൾ 5,000 രൂപ അയച്ചു. ഞാൻ വീണ്ടും ആദ്യമായിട്ടാണ് നമ്മളെ പ്രോഗ്രാമിൽ ഒരാളിനെ പറ്റി സഹായിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ബാങ്ക് അഡ്രസ്സും ഗൂഗിൾ പേ നമ്പർ വിടുന്നത്. നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ ഇപ്പോൾ 10,000 പേര് 100 രൂപ വെച്ചിട്ടാൽ 1,00,000 രൂപ ആവും. അല്ല, 10,000 പേരിട്ടാൽ 10,00,000 രൂപ ആവും. വേണ്ട പോട്ടെ, ഒരു 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 1,00,000 രൂപയെങ്കിലും ചേച്ചിക്ക് കിട്ടത്തക്ക വേണം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചേച്ചിയെ സഹായിക്കണം. അതുപോലെ തന്നെ ഈ 11,000 രൂപയുടെ ടിക്കറ്റ്, ഞാൻ ഈ ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ചേച്ചി ഈശോയെ ഈശോയെ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈശോ സഹായിക്കട്ടെ ചേച്ചി. കാരണം അതിൽ ഏതെങ്കിലും ഒരു ടിക്കറ്റിന് 1-ാം സമ്മാനം അടിച്ചാൽ ചേച്ചിക്കും കിട്ടുമല്ലോ എൻ്റെ കമ്മീഷൻ. എന്തായാലും കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ 50 രൂപയെങ്കിൽ 50 രൂപ, 100 രൂപയ്ക്ക് 100 രൂപ, ഗൂഗിൾ പേ എങ്കിൽ ഗൂഗിൾ പേ, അക്കൗണ്ടിലാണെങ്കിൽ അക്കൗണ്ട്, വലിയ തുകയ്ക്കാണെങ്കിൽ അക്കൗണ്ടിലിടും. ഞാനെടുത്ത് വിഴുങ്ങിയാലോ. എന്തായാലും ചേച്ചിയെ സഹായിക്കും. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ചെയ്ത് വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, കാണുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ വരുന്നു. അതിനനുസരിച്ച് തന്നെ നമുക്ക് ശത്രുക്കളുടെ എണ്ണവും കൂടുകയാണ്. ഞാനതിൽ ബോധവാനാണ്. നമുക്ക് ശത്രുക്കളുടെ എണ്ണം ചുറ്റിനും കൂടുന്നു എന്ന് എനിക്ക് തന്നെ അറിയാം. അത് വെളിയിൽ നിന്ന് ആരുമല്ല, സിനിമയ്ക്കകത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഞായറാഴ്ച മലയാളത്തിൻ്റെ എന്താ പറയുക, എക്കാലത്തെയും പുണ്യാത്മാവായ ദേവരാജ മാഷിനെ കുറിച്ചായിരുന്നു നമ്മളൊരു എപ്പിസോഡ് ചെയ്തത്. ഒരാളെക്കുറിച്ച് നമ്മൾ ദേവരാജ മാഷിൻ്റെ കഥയാകുമ്പോൾ വേറെ ആരും കഥ പറയില്ല. പക്ഷേ ആ കഥയിൽ ഒരാളിനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട്, സൈബർ ബുള്ളിങ് നടത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് പരാതി കൊടുത്ത് ആ സ്റ്റോറിയെ പിൻവലിപ്പിച്ചു. പരാതി കൊടുത്ത ആളിനെയൊക്കെ എനിക്കറിയാം. അതിൻ്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടട്ടെ. 72 മണിക്കൂറിനകം അതിൻ്റെ ഡീറ്റെയിൽ കിട്ടൂ. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ള 2,06,000 സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിനെതിരെ ചുറ്റിനും ശത്രുക്കൾ നിൽപ്പുണ്ട്. സൂക്ഷിക്കാം. അതിനപ്പുറം എന്ത് പറയാനല്ലേ. പക്ഷേ എന്നിരുന്ന് തോറ്റൊന്നും കൊടുക്കില്ല. കാരണം യൂട്യൂബ് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ച ഒരാളൊന്നും അല്ലല്ലോ ഞാൻ. സിനിമയിൽ വന്നത് യൂട്യൂബ് കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. കൊറോണ കാലത്ത് വെറുതെ ഇരുന്നപ്പോൾ തുടങ്ങി.
ആധുനിക വാർത്താ സങ്കേതത്തിൽ നമുക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാനൊരു വേദി എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് ജീവിക്കാനുള്ള വരുമാനവും കിട്ടും. അതിൽ അസ്വസ്ഥരായ ചില കിഴവന്മാർ എന്താ പറയുക, അവർക്ക് സാധിക്കാൻ പറ്റാത്തത് ഞാൻ ചെയ്യുന്നല്ലോ എന്നുള്ളതിൻ്റെ ഒരു വേദനയായിരിക്കാം. സൈബർ ബുള്ളിങ് നടത്തി എന്ന് പറഞ്ഞ് ഞാനൊരു സൈബർ ബുള്ളിങ്ങും നടത്തിയിട്ടില്ല ദേവരായ മാഷിൻ്റെ പ്രോഗ്രാമിൽ. പക്ഷേ എന്നെ എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് പാട്ടുകളുടെ ഒപ്പം ജീവിക്കുന്ന രവിമേനോൻ അടക്കം നല്ല അഭിപ്രായം പറഞ്ഞ ആ പ്രോഗ്രാമിനെയാണ് സൈബർ ബുള്ളിങ്ങിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സ്റ്റോറിയായിരുന്നു. ആർക്കും ഇതുവരെ പുറത്തു വരാത്ത ദേവരായ മാഷിൻ്റെ നല്ല കഥകളായിരുന്നു ഞാൻ പറഞ്ഞത്. അത് സഹിക്കാൻ വയ്യാതെ ചെയ്തതാകണം. നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ സിനിമയിലൊരു തുടക്കം കുറിക്കാൻ, സിനിമയിൽ ഭേദപ്പെട്ടൊരു വേഷം കിട്ടാൻ, ഒരു സംവിധാന സഹായിയാവാൻ ഒക്കെ അവസരം കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാക്കക്കുട്ടിൽ കുയിൽ മുട്ടിട്ട് കഴിയുമ്പോൾ കാക്ക സ്വന്തം മുട്ടകളെ കൂടെ കുയിലിൻ്റെ മുട്ടയും ചൂട് വച്ച് വിരിയിച്ച് പറക്കം മുറ്റാറാവുമ്പോൾ കുയിൽ കൂവിയിട്ട് പോകും എന്ന് പറയും പോലെ, കാക്കയെ നോക്കി കൂവിയിട്ട് ഇപ്പോൾ കളയും എന്ന് പറയുന്നത് പോലെ, ഏതെങ്കിലുമൊക്കെ ഹതഭാഗ്യന്മാരായ പാവപ്പെട്ട അപ്രശസ്തരായ ആൾക്കാരോടൊപ്പം നിന്ന് ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ വേറെ ആരുടെയെങ്കിലും പ്രശസ്തരായവരുടെ കൂടെ പോയ ശേഷം മറ്റേ ആദ്യം സഹായിച്ച ആളിനെ പറ്റി ഓർക്ക പോലും ഇല്ല. എനിക്ക് ഒരുപാട് പേരെ പറയാനുണ്ട്, ഞാനത് പറയുന്നില്ല. കാരണം എനിക്ക് തന്നെ സ്വന്തം അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ആ ജനുസിൽപ്പെടാത്ത ഒരു മലയാള സിനിമയിലെ ഒരു മാന്യനെ പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയും ജോഷി സാറാണ്. ജോഷി സാർ ചൂടായി അങ്ങനെ അധികം ആർക്കും കാണാൻ കഴിയില്ല. എപ്പോഴും ഒരു പ്രത്യേക സ്റ്റൈലിൽ അങ്ങനെ ഗൗരവത്തിൽ നിൽക്കും എന്നുള്ളതല്ലാതെ സാർ ആരുടെയും ചൂടാകില്ല. സാർ ചൂടാവുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റും. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ ഒരു പരാതി, ക്രോസ്വെൽറ്റ് മണി സാറിൻ്റെ കുറെ കാശ് ഒരാൾ പറ്റിച്ചു. അതിൻ്റെ പരാതി വന്നു. ആ പരാതിക്ക് കൃത്യമായും നടപടിയെടുക്കണമെന്ന് ജോഷി സാറ് ഞങ്ങളോട് നിർബന്ധിച്ചു. അങ്ങനെ ആ പരാതിയിൽ പറയുന്ന ആളിനെ വിളിച്ചു വരുത്തി. അന്ന് ജോഷി സാറിനെ വിളിച്ചു വരുത്തി. സാറ് ഫെഫ്കയുടെ ഓഫീസിൽ വന്നു. പറ്റിച്ചവനും വരുമല്ലോ സ്വാഭാവികമായിട്ട്. മര്യാദയ്ക്ക് മണിസാറിൻ്റെ ആ പൈസ നീ കൊടുക്കണം. ഞാൻ ഞെട്ടിപ്പോയി. സാർ ഒരിക്കലും അങ്ങനെ ജോഷി സാർ പറയുന്ന ആളല്ല. ഷാർപ്പായിട്ടായിരുന്നു ജോഷി സാറിൻ്റെ ആ സംസാരം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണല്ലോ ക്രോസ്വെൽറ്റ് മണി. ക്രോസ്വെൽറ്റ് മണി സാറിൽ നിന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് ശിഷ്യനായ ജോഷി സാർ വളർന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ക്രോസ്വെൽറ്റ് മണിയുടെ അല്ലെങ്കിൽ ക്രോസ്വെൽറ്റ് മണി സാറിൻ്റെ ശിഷ്യനല്ല എന്ന് ഒരിടത്തും, അല്ലെങ്കിൽ ഞാൻ സംവിധാനം പഠിച്ചത് തുടക്കമിട്ടത് ക്രോസ്വെൽറ്റ് മണി സാറിൻ്റെ കൂടെയാണെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ജോഷി സാർ. എന്നാൽ ഇവിടെ പതിവ് ശീലങ്ങൾ അങ്ങനെയല്ല. ഞാനൊരു 2 വർഷക്കാലം വട്ടിയൂർക്കാവിൽ കുരുവിക്കാട് എന്ന സ്ഥലത്ത് ക്രോസ്വെൽറ്റ് മണി സാറിൻ്റെ വീടിൻ്റെ എതിർവശത്താണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തെ കാണുമായിരുന്നു. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയിൽ പാല് വാങ്ങാൻ വരും അദ്ദേഹം. എപ്പോഴും പൈജാമയും കുർത്തയും കിട്ടി നടക്കുള്ളൂ. മദ്രാസിലുള്ളതുപോലെ മതിലിൻ്റെ പുറത്ത് ഒരു ഗണപതിയുടെ അമ്പലം വെച്ചിട്ടുണ്ട്, കൊച്ച് മതിലിൽ കൂടെ ചേർത്ത്. അത് മദ്രാസിലെല്ലാം ഉള്ളതാണ്, മതിലിലൊരു അമ്പലം. വൈകുന്നേരം സാറ് കുറേ പൂവൊക്കെ പറിച്ച് വെച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നത് ഞാൻ പല ദിവസവും നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ സാറ് പോകുന്നെങ്കിൽ സാറ് പറയും, സാറ് ചോദിക്കും അമ്മ ഇല്ലേ? അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ അമ്മയല്ല ചോദിക്കുന്നത്, സിന്ധുവിനെയാണ്. സിന്ധുവിന് പലപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ചമ്മല അമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞിടീ അത് മദ്രാസിലൊരു സ്റ്റൈലാണ്, നിന്നെ മകൾ എന്ന് വിളിക്കുന്നതിന് വരെ അമ്മ എന്ന് വിളിക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയും. സിന്ധുവായിട്ട് നല്ല ബന്ധമായിരുന്നു മണി സാർ. ആ മണി സാറിൻ്റെ ശിഷ്യനാണ് ജോഷി സാർ. മണി സാർ മരിക്കുമ്പോൾ ഞാൻ കൊറോണ ബാധിതനായി, ഞാനും വീട്ടുകാരെല്ലാം വരും എന്താ പറയുക ക്വാറന്റൈനിലായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഞാനപ്പോൾ മണി സാറിൻ്റെ മകൻ കിഷോമാറിനെ വിളിച്ച് പറഞ്ഞു. ജോഷി സാർ വന്നപ്പോഴും തിരക്കിന്ന് പറഞ്ഞു.
ദിനേശ് വന്നില്ലെന്ന്. അപ്പോൾ ജീവൻ പറഞ്ഞു, സാറേ അത് കൊറോണ, വീട്ടുകാർക്കെല്ലാം കൊറോണ പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മണിസാറിനെ അവസാനമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവിടുത്തെ പതിവ് ശീലം പറയുകയാണെങ്കിൽ, ഞാൻ പത്മരാജൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണ്, ഞാൻ ലോഹിതദാസിൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണ്, ഞാൻ ഹരിഹരൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇവരാരും സിനിമയിൽ തുടക്കം കുറിച്ചത് എന്താ പറയുക, പത്മരാജ സാറിൻ്റെ കൂടിയല്ല, ലോഹിതദാസിൻ്റെ കൂടിയല്ല, ഹരിഹര സാറിൻ്റെ കൂടിയല്ല. പക്ഷേ ആ തുടക്കം കുറിച്ച ആളുകളെ അങ്ങ് തള്ളിക്കളയും. എന്നിട്ട് പറയുന്നത് ഈ വമ്പന്മാരുടെ പേരുകളെ പറയും. എ.ബി. രാജിൻ്റെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്തതെന്നോ, എം കൃഷ്ണൻ നായർ സാറിൻ്റെ നിന്നാണ് ഞാൻ തുടങ്ങിയതെന്നോ, കല്ലയം കൃഷ്ണദാസ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്ത് തന്നതെന്നോ, വെളിയൻ ചന്ദ്രൻ്റെയോ ഉണ്ണി ആറന്മുളയുടെയോ സിനിമയിലാണ് എനിക്ക് തുടക്കം കുറിക്കാൻ കഴിച്ചതെന്നോ പറയാൻ പലർക്കും നാണക്കേടാണ്. അല്ലെങ്കിൽ നമ്മളെ ഉദയ രഘുവണ്ണൻ എന്ന് വിളിക്കുന്ന രഘുനാഥാണ് എനിക്ക് ആദ്യമായിട്ട് ക്ലാപ്പ് തന്നെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടത് സിബി മലയിലാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ക്ലാപ്പ് എടുത്ത് എങ്ങനെ അടിക്കണമെന്ന് പഠിപ്പിച്ചത് രഘുവണ്ണനാണ്. പക്ഷേ ഭൂരിപക്ഷം പേരും അത് പറയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗ്രേഡ് കുറയുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ കെ ജയകുമാർ IAS, ജയകുമാർ സാറ് കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്തു. നമ്മുടെ സന്ദീപ് സേനൻ്റെ അച്ഛൻ പങ്കജ് സേനൻ ചേട്ടനായിരുന്നു നിർമ്മാതാവ്, സുരേഷ് കുമാറിൻ്റെ അളിയൻ, ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. കുട്ടികളുടെ സിനിമയാണ്. പക്ഷേ സുഹാസിനി അടക്കം ഗണേശൻ അടക്കം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അതിൽ ആ പെൺകുട്ടി വളർന്ന് വലുതായി വിദേശത്ത് പോയി, വിദേശ നാടക യൂണിവേഴ്സിറ്റിയിലോ എവിടെയൊക്കെ പഠിച്ചു വലിയ ലോകപ്രശസ്ത ഡ്രാമ ആർട്ടിസ്റ്റൊക്കെ ആയി മാറി. നാട്ടിൽ വരുമ്പോഴൊക്കെ ആ പെൺകുട്ടി ഇപ്പോൾ മുതിർന്ന വലിയ പെൺകുട്ടിയായി. അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ നാട്ടിൽ വരുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ സേനൻ ചേട്ടനെ വിളിച്ച് കുശലങ്ങളൊക്കെ ചോദിക്കാറുണ്ടെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. എന്നാൽ അതിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ആ ചെറുക്കനും വളർന്നു. അവൻ കുറച്ച് സീരിയലിൽ നടനായി. അത് കഴിഞ്ഞ് അവൻ സിനിമയിലെത്തി. പക്ഷേ ആരെങ്കിലും അവനോട് തുടക്കം ചോദിച്ചാൽ ഈ സിനിമയിൽ ആദ്യമായിട്ട് അവസരം കൊടുത്ത സംവിധായകൻ്റെ പേരെ പറയും. അവന് പറ്റിയ ആളാണ് സംവിധായകൻ എന്നുള്ളത് വേറൊരു രസം. അവൻ അഭിമാനത്തോടെ പറയും, എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് അല്ല, എന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നത് മറ്റേ സാറാണ് എന്ന് പറയും. ജയകുമാർ സാറിൻ്റെ പേരോ പങ്കജ് സേനൻ്റെ പേരോ അവൻ പറയുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചെറുക്കനോട് പുച്ഛമാണ്. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വരും. എനിക്കെന്തോ ഒരു അത്ത ചതുർത്ഥി കണ്ടതുപോലെയാണ് അവൻ്റെ മുഖം കാണുമ്പോൾ. കെ ജയകുമാറിൻ്റെ പേരും പറയില്ല, പങ്കജ് സേനൻ്റെയും പറയില്ല. അപ്പോൾ ഞാൻ സേനൻ ചേട്ടനെ കാണുമ്പോൾ ഞാൻ പറയും, താങ്കൾക്ക് ഇത്രയും വേണം. കാരണം ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സന്ദീപിനേക്കാൾ മകനെ പോലെ കൊണ്ടു നടന്നില്ലേ കാറിലൊക്കെ. അതുകൊണ്ട് ഇത്രയും പോരാ, ഇനി കുറച്ചുകൂടെ അവൻ പറയണം എന്ന് ഞാൻ പറയും. അപ്പോൾ സേനൻ ചേട്ടൻ ചിരിച്ചോണ്ട് പോകും. എന്തിനധികം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട നടി പോലും അവരുടെ ആരെങ്കിലും സിനിമാ ചരിത്രം ചോദിച്ചാൽ അവർ പറയുന്നത് സല്ലാപത്തിലൂടെ ലോഹിത് സാർ എന്നെ കണ്ടെത്തിയെന്നേ പറയുള്ളൂ. ഈ അടുത്ത കാലത്ത് മരിച്ച മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ സാക്ഷ്യത്തിലാണ് അവർ ആദ്യമായിട്ട് അഭിനയിച്ചത്. പരമ ബോറായിരുന്നു അതിലെ അഭിനയവും ആ വേഷവും. പക്ഷെ അവർ പറയില്ല. ഈ വിഷയത്തെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഒരു 10 എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് സംവിധായകരുടേതാണെങ്കിൽ പറയാം, തിരക്കഥ എഴുതിച്ചവരുടെ പറയാം, അഭിനയിപ്പിച്ചവരുടെ പറയാം, ഇഷ്ടംപോലെ പറയാനുണ്ട് ഉദാഹരണങ്ങൾ. ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും അവിടെയാണ് ജോഷി എന്ന മനുഷ്യൻ്റെ പ്രസക്തി. എവിടെയും പറയും, റോസ്വെൽറ്റ് മണിസാറാണ് എന്നെ കൂടെ നിർത്തിയ ആദ്യത്തെ സംവിധായകൻ. വർക്കലയിലെ ഒരു ഭേദപ്പെട്ട വലിയ കുടുംബത്തിൽ പിറന്ന ആളാണ് ജോഷി സാർ. വർക്കലയിലും ആറ്റിങ്ങിലുമായിട്ട് അവർക്ക് 3 തിയേറ്റർ ഉണ്ടായിരുന്നു ആ വീട്ടുകാർക്ക്. അപ്പോൾ അറിയാമല്ലോ സമ്പന്നത എത്രയുണ്ടെന്ന്. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായി കുറേ ചെറുപ്പക്കാരെ വേണം. അപ്പോൾ കോളേജിൽ നിന്ന് കുറേ പേരെ അദ്ദേഹം പഠിക്കുന്ന കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് പോയി. അപ്പോൾ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ ജോഷി സാറിൻ്റെ കൂടെ പോയ ആളാണ് പിന്നീട് വലിയ സൂപ്പർ താരമായി മാറിയ രതീഷ്. അങ്ങനെ ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് കൂട്ടുകുടുംബം ചിത്രീകരിക്കുമ്പോൾ KS സേതുമാധവൻ സാറിനെ പരിചയപ്പെട്ടു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ സംവിധായകനാകണം എന്നുള്ള മോഹം മനസ്സിലുദിക്കുകയും മദ്രാസിൽ ചെന്നു സിനിമാക്കാരനാകാൻ. നേരെ സേതുമാധവൻ സാറിനെ പോയി കണ്ടു. A.B. രാജ് സാറിനെ കണ്ടു. പ്രശസ്ത നിർമ്മാതാവായ ജയമാരുതിയുടെ T. വാസുദേവൻ സാറിനെ കണ്ടു. ഒന്നും നടന്നില്ല.
സേതുമാധവൻ സാറ് ശിഷ്യനാക്കാതിരുന്നത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം സേതുമാധവൻ സാറിൻ്റെ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ന്യൂഡൽഹി പോലെ, നിറക്കൂട്ട് പോലെ, 2020 പോലെ, നരൻ പോലെ ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതൊരു കണക്കിന് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. റോസ്വെൽറ്റ് മണി സാറിനെ ജോഷി സാറിൻ്റെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്തിയത്. ആ സമയത്ത് അദ്ദേഹം NN പിള്ള സാറിൻ്റെ കാപാലിക എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കാൻ തയ്യാറെടുക്കുന്ന സമയമായിരുന്നു. മൈസൂറിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ സ്വതവേ മണിസാർ ഭയങ്കര പിശുക്കനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവസാനത്തെ സിനിമയൊക്കെ ദേവദാസൊക്കെ എടുക്കുന്ന സമയത്ത് ക്ലാപ്പൊക്കെ ഇങ്ങനെ ക്യാമറയുടെ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യില്ല. കാരണം ഒരടി ഫിലിം പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ ഉരുട്ടി 3-4 ഫ്രെയിമിൽ മാത്രമേ ക്ലാപ്പിൻ്റെ നമ്പർ എടുക്കൂ. അത്രയും ലുബ്ധിച്ച് സിനിമ എടുക്കുന്ന ആളാണ് മണിസാർ. അപ്പോൾ മണിസാർ പറഞ്ഞു, മൈസൂറിലാണ് ഷൂട്ടിംഗ്, അപ്രൻറ്റീസുകളെ പുതുതായി നിർത്താൻ ബജറ്റ് താങ്ങില്ല, സ്വന്തം ചെലവിൽ വരണം, സ്വന്തം ചെലവിൽ താമസിക്കണം, സ്വന്തം ചെലവിൽ ഭക്ഷണം കഴിക്കണം, സമ്മതമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. കാശിന് എന്തായാലും ജോർജ് സാറിന് പഞ്ഞമില്ല, വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് കാശ് അയച്ചു കൊടുക്കുമല്ലോ. സമ്മതം, എനിക്ക് സമ്മതമാണ് സാർ. അങ്ങനെ കാപാലികയിൽ ശിഷ്യരായി 1973. ഇവിടെ മറ്റൊരു സംഭവം കൂടി നടന്നത് നമ്മൾ ഓർക്കണം. 1973 എഡിറ്റർ നാരായണ സാർ സംവിധാനം ചെയ്ത കാലചക്രം എന്ന് പറഞ്ഞ സിനിമയിൽ സ്ഥിരമായി വള്ളക്കാരനായിരുന്ന നസീർ സാർ നായിക അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ പകരക്കാരനായി മമ്മൂട്ടി വരുന്നത് കാലചക്രത്തിലാണ്. രണ്ടുപേരും അപ്പോൾ ഒരേ വർഷമാണ്. 1973 സിനിമയിലേക്ക് വന്നതെന്ന് പറയാം. അപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകളിൽ അഭിനയിച്ചില്ലെന്ന് ചോദിക്കുക. അതൊരു ബാലനടൻ, ചെറിയൊരു വേഷം. മണിസാറിൻ്റെ അടുത്ത സിനിമ പിറ്റേ വർഷം തുടങ്ങി. നടീനടന്മാരെ ആവശ്യമുണ്ട് എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. രണ്ടാമത്തെ പടമായപ്പോഴേക്കും ജോഷി സാറ് മണിസാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി മാറി. വിൻസെൻ്റ് ഉമ്മറും സുമിത്രയും രാജകോഹ്ലിയും ഒക്കെ ആയിരുന്നു നടീനടന്മാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന വേഷക്കാർ. മണിസാറിൻ്റെ ആനയും അമ്പാരിയും എന്നൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് വർക്കലയിലായിരുന്നു, ജോഷി സാറിൻ്റെ നാട്ടിലായിരുന്നു. അവിടെ ചിത്രീകരണം നടക്കുമ്പോൾ വർക്കലയിൽ തന്നെയുള്ള SR എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ഷാജി ജോഷി സാറിനോട് ഒരു പടം സ്വതന്ത്രമായി സംവിധാനം ചെയ്യൂ, ഞാൻ നിർമ്മിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 1978 ജോഷി സാറ് ടൈഗർ സലീം എന്ന് പറഞ്ഞ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. പടം നന്നായിട്ട് പൊളിഞ്ഞു. പിന്നാലെ ചെയ്ത 1000 വസന്തങ്ങൾ എന്ന് പറയുന്ന സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. അതോടെ ജോഷി എന്ന് പറയുന്ന സംവിധായകൻ അൺലക്കിയാണ് എന്നുള്ളൊരു വാർത്ത വരുന്നു. സിനിമയിൽ അങ്ങനെയാണല്ലോ, 2 പരാജയം വന്നാൽ അപ്പം പറയാം അൺലക്കിയാണ്. ആ സമയത്ത് ആരിഫ ഹസൻ എന്ന് പറയുന്ന പ്രശസ്തനായ നിർമ്മാതാവ് ജയൻ ചേട്ടനെ നായകനാക്കിക്കൊണ്ട് ബെൻസ് വാസു എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിലൊരു ഫൈറ്റ് സീൻ എടുക്കാൻ ആരിഫ ഹസൻ ജോഷി സാറിനോട് ചോദിച്ചു, ജോഷി ഈ ഫൈറ്റ് സീൻ ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിൻ്റെയും ഡബിങ്ങിൻ്റെയൊക്കെ തിരക്കായിരുന്നിരിക്കണം ആരിഫ ഹസൻ. അങ്ങനെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. ജോഷി സാറാണ് ബെൻസ് വാസുവിലെ ഒരു ഫൈറ്റ് സീൻ എടുത്തത്. ഒരു ചെറുപ്പക്കാരൻ വയ്ക്കുന്ന ഷോട്ടുകളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ജയൻ ഇവൻ ഭാവിയിൽ ഒരു മിടുക്കനാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ മനസ്സിലാക്കാമല്ലോ. മിടുക്കനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആരിഫ ഹസനോട് പറഞ്ഞു, ഹസാ അടുത്ത പടം ഇവനെ കൊണ്ട് സംവിധാനം ചെയ്യാൻ നോക്ക്, ഞാൻ ഡേറ്റ് തരാം. അന്ന് തീ പിടിച്ച വിലയാണ് ജയേട്ടൻ്റെ. ഹസൻ സമ്മതിച്ചു. പിന്നെന്ത്, അയാളെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അക്കാലത്ത് വിതരണ കമ്പനികളിൽ പ്രശസ്തമായ ഒരു വിതരണ കമ്പനിയാണ് രാജ് പിക്ചേഴ്സ്. രാജ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ TS സുരേഷ് ബാബുവിൻ്റെയും TS സജിയുടെയും അച്ഛൻ തങ്കപ്പൻപിള്ള മാമൻ തിരുവനന്തപുരത്ത് രാജ് പിക്ചേഴ്സിൻ്റെ മാനേജരായിരുന്നു. അപ്പോൾ ആരിഫ് ഹസൻ്റെ സിനിമകളൊക്കെ വിതരണം എടുക്കുന്നത് രാജ് പിക്ചേഴ്സാണ്. അൺലക്കിയായ ജോഷിയെ മാറ്റണമെന്ന് രാജ് പിക്ചേഴ്സ് ആരിഫ് ഹസനോട് പറഞ്ഞു. മാറ്റാതെ വിതരണം പോകില്ലല്ലോ. അപ്പോൾ ആരിഫ് ഹസൻ വിചാരിച്ചു മാറ്റാം. പക്ഷേ ഈ വിവരം അറിഞ്ഞ ജയൻ പറഞ്ഞത്, ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ജോഷിക്കാണ്,
അവൻ സംവിധാനം ചെയ്താൽ ഞാൻ ഡേറ്റ് തരാം. ഹസന് വഴങ്ങേണ്ടി വന്നു. കാരണം അങ്ങനെ വാങ്ങിച്ചില്ല എങ്കിൽ അത് ആണുങ്ങൾ അടിച്ചോണ്ട് പോകും ആ ഡേറ്റ്. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ ഡേറ്റ് കൊടുത്തത് ജോഷിക്കാണ്. ജോഷി ഡയറക്റ്റ് ചെയ്യുമെങ്കിൽ ഹസൻ നിർമ്മിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിർമ്മിക്കട്ടെ. അത് സമ്മതമാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം ആ സിനിമ ആരിഫ ഹസൻ തന്നെ നിർമ്മിച്ചു. ആ ചിത്രമാണ് ജയൻ ചേട്ടൻ മരിച്ച 5 ദിവസം കഴിഞ്ഞപ്പോൾ റിലീസായ മൂർഖൻ. മൂർഖൻ എത്ര പണം വാരിയെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. രാജ് പിക്ചേഴ്സ് തന്നെയായിരുന്നു വിതരണവും. അൺലക്കി എന്ന് പറഞ്ഞവർക്ക് എത്ര ലക്ഷം അക്കാലത്ത് കിട്ടിയിരിക്കുമെന്ന് എനിക്ക് കണക്കറിയില്ല. അവിടെ മുതൽ ജോഷി എന്ന സംവിധായകൻ്റെ സ്ഥാനം എന്തായെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലയാള സിനിമയുടെ ഒരു ചരിത്രമായി മാറി ജോഷി സാർ. ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞത് മൂർഖൻ റിലീസാകുന്നതിൻ്റെ 5 ദിവസം മുൻപാണ് ഷോളവാരപുരത്ത് കൊള്ളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ജയേട്ടൻ്റെ മരണം. 1980 നവംബർ 16-ാം തീയതി ജയൻ ചേട്ടൻ മരിച്ചു. മെനങ്ങാന്ന് അദ്ദേഹം മരിച്ചിട്ട് 44 വർഷമായി. തിരുവനന്തപുരത്ത് ജയൻ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു വലിയ സംഘടനയുണ്ട്. ഈ വർഷത്തെ ജയൻ പുരസ്കാരം ജയേട്ടനോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച രവികുമാറിനായിരുന്നു. മികച്ച യൂട്യൂബർക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. ഞാൻ രവികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൊന്നാടയും ഷീൽഡും ഒക്കെ വാങ്ങിയപ്പോൾ നമ്മുടെ ഈ ചാനൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ആരൊക്കെ റിപ്പോർട്ട് അടിച്ചാലും പുല്ലുപോലും ദിനേശ് വകവയ്ക്കില്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. മൂർഖൻ റിലീസാകുന്നത് 1980 നവംബർ 21-ാം തീയതി. ജയേട്ടൻ മരിക്കുന്ന 16-ാം തീയതി, 21-ാം തീയതി മൂർഖൻ റിലീസ് ചെയ്താൽ കേരളത്തിൽ എന്തായിരിക്കും എന്നാലോചിക്കും. വലിയ വമ്പൻ വിജയമായി മാറി പടം. പടം തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. കാരണം പടം തുടങ്ങുമ്പോൾ ജയിൽ ചാടി ഓടുന്ന ജയേട്ടൻ, ജയൻ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വിനോദാണ്. വിനോദ് ഈ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഓടുക, പുറകെ 2 പോലീസ് നായും കുറേ പോലീസുകാരും പിന്നാലെ പായുന്നു. കൊച്ചിൻ അനീഫയുടെ നേതൃത്വത്തിൽ മനോഹരമായ ആ ഷോട്ടിൽ വിദേശ സിനിമ കണ്ടിരിക്കുന്ന ത്രില്ലാണ് അക്കാലത്ത് ഞാൻ ആ സീനുകൾ കണ്ടുകൊണ്ടിരുന്നത്. എത്ര പ്രാവശ്യം മൂർഖം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. മദ്രാസിൽ ജോഷി സാറിന് ഇപ്പോഴും തുടക്കകാലത്ത് വാങ്ങിയ ഒരു ഫ്ലാറ്റുണ്ട്. അവിടെ ചുവന്ന രക്തഹാരം അണിഞ്ഞ് ഒരു നരച്ച പടം ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ജയേട്ടൻ്റെ ഫോട്ടോയാണ്. ആ ഫ്ലാറ്റിൽ നിന്നല്ല, വീട്ടിൽ പോലും. ഞാൻ എറണാകുളത്ത് വീട്ടിലും പോയിട്ടുണ്ടല്ലോ പല ആവർത്തി. മറ്റൊരാളുടെയും ഫോട്ടോ ജോഷി സാറിൻ്റെ വീട്ടിൽ വച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഞാൻ ജോഷിക്ക് കൊടുത്ത ഡേറ്റ് ജോഷി ഡയറക്റ്റ് ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ മാറിക്കോ എന്ന് ആരിഫ ഹസനോട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ജയേട്ടനാണ് ജോഷി സാറിന് ഒരു സിനിമയിലൊരു നല്ല തുടക്കം കൊടുത്തത്. ആ നന്ദി 44 വർഷമായി. ജയേട്ടൻ മരിച്ചിട്ട് പോലും ആ ഫ്ലാറ്റിൽ രക്തഹാരം ഇട്ട ജയൻ ചേട്ടൻ്റെ ഫോട്ടോ ഇപ്പോഴും വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമയിൽ അധികം ആൾക്കാർക്കും ഇല്ലാത്ത എന്താ പറയുക വ്യക്തിത്വമാണ് ജോഷി സാറിനെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. നമ്മൾ ഇന്ന് പറയുന്ന സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനിടയിൽ കയറി ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു പോയതാണ്. കാരണം ഇനി പറയുന്ന കഥയ്ക്ക് ഇതുമായിട്ട് കണക്ഷനുണ്ട്. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന 3 പേരെ കുറിച്ചാണ്. ഒരു ഫോട്ടോയിൽ 3 പേര് നിൽപ്പുണ്ട്. സംഗീത സംവിധായകൻ രാജാമണി, ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി, സിനിമാ സംവിധായകൻ UV രവീന്ദ്രനാഥ്. രാജാമണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഓർമ്മകളേ ഉള്ളൂ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത 2ാമത്തെ പടമാണ് 3ാമത്തെ പടമാണ് ജീവിതം ഒരു രാഗം. ആ പടത്തിൻ്റെ പാട്ടുകളും ആ പടത്തിൻ്റെ പശ്ചാത്തല സംഗീതവും കൊടുത്തത് രാജാമണിയായിരുന്നു. ഞാൻ ഒരു സിനിമയെ ചെയ്തുള്ളൂ. ആ സിനിമയുടെ പാട്ടുകൾ ചെയ്തത് M ജയചന്ദ്രനായിരുന്നു. ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് നടത്തിയത് രാജാമണിയാണ്. എനിക്ക് മദ്രാസിൽ ചെന്ന് കിടന്ന് ഒരുപാട് കാശ് മുടക്കി റീ റെക്കോർഡ് ചെയ്യാനുള്ള ഫണ്ടില്ല. രാജാമണിയോട് സംസാരിച്ചപ്പോൾ രാജാമണി പറഞ്ഞു, നിന്നോട് ഫണ്ട് ആരെങ്കിലും ചോദിച്ചോ, നിന്റെ കഥ പറ എന്ന് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടെ കഥ പറഞ്ഞു. ശരി, എത്ര രൂപയുടെ ബഡ്ജറ്റ് ഉണ്ട്? ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് രാജാമണി പറയും, മണിച്ചേട്ടൻ പറ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു എമൗണ്ട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മദ്രാസിൽ നിന്ന് എൻ്റെ ഓർക്കസ്ട്ര ടീമിനെയൊക്കെ ഒരു ടെമ്പോ ട്രാവലർ കയറ്റി വിട്ടിട്ട് ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിലങ്ങ് വരാം.
നമുക്കൊരു 2-3 ദിവസം കൊണ്ടങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് റീ റെക്കോർഡിങ് നടത്തിയത്. അന്നത്തെ ഒരു വലിയ ഒരു പശ്ചാത്തല സംഗീതം കൊടുക്കുന്ന, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന വലിയ പേരുള്ള ആളുകളിൽ ഒരാളാണ് രാജാമണി. എന്നിട്ട് പോലും മറ്റ് സിനിമകളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി കാശേ എൻ്റെ നിന്ന് വാങ്ങിയുള്ളൂ. ഞാനത് ജീവിതത്തിൽ എന്നും ഓർക്കും നന്ദിയോടെ. 35 വർഷം മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 1989 ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ സിനിമ കൽപ്പറ്റയിലായിരുന്നു ചിത്രീകരിച്ചത്. അക്കാലത്ത് കഴിഞ്ഞ 40 ആ സമയത്ത്, അപ്പോൾ ഇപ്പോൾ ആകുമ്പോൾ 84 വർഷമായെന്ന് പറയാം. 84 വർഷം മുമ്പ് ഉണ്ടായ തണുപ്പാണ് ഞങ്ങളുടെ പടം ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഡീസൽ ടാങ്കൊക്കെ രാവിലെ പേപ്പറൊക്കെ കത്തിച്ച് ചൂടാക്കി ആണ് വണ്ടികൾ ഓടിക്കാൻ പറ്റുന്നത്. കാരണം നെയ്യ് പോലെ ഉറഞ്ഞിരിക്കും ഡീസലൊക്കെ. ഈ സിനിമയിൽ വാസൻ ചേട്ടൻ ആയിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹം ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിനിമയിൽ ഹരികുമാർ സാറിൻ്റെ ഊഴത്തിലും വാസൻ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുപാർശയിലാണ് ഞാൻ മദ്രാസിലെത്തുന്നത്, ചെന്നൈയിലെത്തുന്നത്. പേടിച്ചു പോയി മദ്രാസ് സിറ്റി കണ്ടപ്പോൾ, ആ തിരക്ക് കണ്ടപ്പോൾ. ആദ്യമായിട്ട് പോവല്ലേ, പ്രായം വളരെ കുറവല്ലേ. കഥാ ചർച്ച, തിരക്കഥ എടുത്ത് ഡയറക്ടേഴ്സ് കോളനിയിൽ ഒരു വീട് എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത്. ഞാൻ മുമ്പ് ഏതോ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടേഴ്സ് കോളനിയിൽ ഞങ്ങളെടുത്ത വീടിൻ്റെ നേരെ എതിർവശത്തൊരു സ്കൂളാണ്. ആ സ്കൂളിൽ ഒരു അംബാസഡർ കാർ നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു കുട്ടി ചാടി ഇറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കി. പിറ്റേ ദിവസം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ബേബി ശാലിനി ആയിരുന്നു. പിന്നെ എല്ലാ ദിവസവും സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ ആകുമ്പോൾ ഇറങ്ങി റെഡിയായിട്ട് നിൽക്കും ബേബി ശാലിനിയെ കാണാൻ. അവിടെ വച്ച് നീഗ്രോയെ പോലെ തോന്നിക്കുന്ന നിറവും രൂപവും വലിയ കണ്ണുകളും കുങ്കുമവും കരിയും ചന്ദനവും ഭസ്മവും എല്ലാം കൂടെ നെറ്റിയിൽ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട്, കഴുത്തിൽ ആവശ്യത്തിലധികം മാലകൾ, സ്വർണ്ണമാലയും കല്ലമാലകളും രുദ്രാക്ഷവും ഒക്കെ ഇട്ട്, 2 കൈയിലും വിരലുകളിലും മുഴുവൻ മോതിരമൊക്കെ ഇട്ട ഒരു പ്രത്യേക ടൈപ്പായ ഒരു നീഗ്രോയെ പോലെ ഒരാൾ. ശബ്ദമാണെങ്കിലോ കരകര കരകര എന്നുള്ള ശബ്ദവുമാണ്. തമിഴിലും മലയാളവും ഇടകലർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ പരിചയപ്പെട്ടു. അതാണ് രാജാമണി, സംഗീത സംവിധായകൻ രാജാമണി. രാജാമണിയാണ് ജീവിത ഒരു രാഗത്തിൻ്റെ സംഗീത സംവിധായകനും റീ റെക്കോർഡിംഗ്. പൂച്ചൽ ഖാദറും അസോസിയേറ്റ് ഡയറക്ടറായ വാസൻ ചേട്ടനുമാണ് പാട്ടുകൾ എഴുതിയത്. പൂച്ചൽ ഖാദർ സാറിനെ, ഞാൻ തിരുവനന്തപുരത്തുകാരനായ പൂച്ചൽ ഖാദർ സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ജീവിത ഒരു രാഗത്തിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്താണ്. നമ്മുടെ പാട്ടുകാരൻ ജയചന്ദ്രൻ, MG ശിവകുമാർ, ചിത്ര, ലതിക എന്നിവരായിരുന്നു പാടിയത്. ജീവിത ഒരു ഗാനത്തെക്കുറിച്ച്, ജീവിത ഒരു രാഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞ സിനിമയായിരുന്നു അത്. സംവിധായകനും കലാസംവിധായകനും പോസ്റ്റർ ഡിസൈനറും ഒക്കെ ആയിരുന്ന ശ്രീനി ചേട്ടനായിരുന്നു മരിച്ചുപോയി അതിൻ്റെ സിനിമയുടെ കലാസംവിധായകൻ. വസ്ത്രാലങ്കാരകൻ കീഴിലം വേലായുധൻ, വാർത്താ പ്രചാരകൻ എബ്രഹാം ലിങ്കൻ, യേശു സാറിൻ്റെ അനുജൻ, മേക്കപ്പ് പുല്ലൂർ രവി, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇസ്മായിൽ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ സിനിമാറ്റോഗ്രാഫി പഠിച്ചിറങ്ങിയ റാം കി ശരവണൻ. രണ്ടുപേരും ഇപ്പം വളരെ പ്രശസ്തരായ ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും ഇമേ വരമ്പൻ എന്ന് പറഞ്ഞ ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ആ സെറ്റിൽ വന്നത്. ഇമേ വരമ്പനായിരുന്നു ക്യാമറമാൻ. പിന്നെ പ്രശസ്തനായ എഡിറ്ററായി മാറിയ രഞ്ജൻ എബ്രഹാം, എഡിറ്റർ K രാജഗോപാൽ. ഇവരെയൊക്കെ പരിചയപ്പെട്ടത് ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടാണ്. അതിലെ ഡബ്ബിംഗ് രംഗത്തുള്ള ഹരിപ്പാട് സോമൻ, ആനന്ദവല്ലി, ശ്രീജ, വത്സമ്മ, ശാന്തൻ, രതീഷ്, ശ്രീകുമാർ, ജോർജ് തുടങ്ങി കുറേ പേര് പരിചയപ്പെടാൻ കഴിഞ്ഞതും ഈ പടത്തിൻ്റെ ഡബ്ബിംഗ് നടക്കുമ്പോഴാണ്. തമിഴിലെ ത്യാഗരാജൻ ജീവിത ഒരു രാഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രവി മേനോൻ, മാള അരവിന്ദൻ, കുതിരോട്ടം പപ്പു, മാമുക്കോയ, ജഗന്നാഥ വർമ്മ, പിന്നെ KR സാവിത്രി, KR വിജയുടെ അനുജത്തി KR സാവിത്രി, പ്രിയ, ശാരി തുടങ്ങിയ കുറേ നടിനടന്മാരെ ഞാൻ പരിചയപ്പെടുന്നതും ഈ സെറ്റിൽ വെച്ചാണ്. മലയാള സിനിമയിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നവരിൽ അഗ്രഗണ്യന്മാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് ഞാൻ പറയും അത് 1ാം സ്ഥാനക്കാരൻ ജോൺസണും 2ാം സ്ഥാനക്കാരൻ ജോൺസൺ മാഷിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന രാജാമണിയുമാണെന്ന് ഞാൻ പറയും. ജോൺസന്റെ വർക്കുകൾക്ക് കണ്ടക്ട് ചെയ്തിരുന്നതും രാജാമണിയായിരുന്നു. മണിരാജ എന്നായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ പേര്. കാരണം തമിഴിലൊക്കെ ഈ ഇളയരാജയൊക്കെ വന്ന സമയമായതുകൊണ്ട്, ഭാരതരാജയൊക്കെ വന്ന സമയമായുണ്ട്, ഭാഗ്യരാജയൊക്കെ വന്ന സമയമായുണ്ട്, പാണ്ഡ്യരാജ്, കുറേ രാജകുമാരുണ്ടല്ലോ.
തമിഴിലാണ് ആദ്യമായിട്ട് ഈ രാജാമണി ഒരു സിനിമയ്ക്ക് പാട്ട് കമ്പോസ് ചെയ്തത്. അതുകൊണ്ട് മണിരാജ എന്നായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. മലയാളത്തിൽ മോഹൻ രൂപ് സംവിധാനം ചെയ്ത നുള്ളി നോവിക്കാതെ എന്ന് പറഞ്ഞ സിനിമയിൽ മണിരാജയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. യേശുദാസ് പാടിയ 3 പാട്ടുകൾക്ക് തന്നെ ആദ്യ സിനിമയിൽ സംഗീതം നൽകാനായി എന്നുള്ളതാണ്. നുള്ളി നോവിക്കാതെയിൽ 3 പാട്ടുണ്ടായിരുന്നു. 3 യേശുദാസാണ് പാടിയത്. പടം ഓടിയില്ല, പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഗ്രാമത്തു കിളികൾ എന്ന് പറഞ്ഞ തമിഴ് സിനിമയാണ് മണിരാജ ആദ്യമായിട്ട് സംഗീത സംവിധായകനായ തമിഴ് പടം. നുള്ളി നോവിക്കാതെയിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും പിറ്റേ വർഷം പ്രിയദർശൻ്റെ താളവട്ടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു കേട്ടാൽ എല്ലാവരും പറയും രഘുകുമാറാണെന്ന്. പക്ഷെ അതിൽ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത് രാജാമണിയാണ്. അത് യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന ആ പാട്ട് സൂപ്പർ ഹിറ്റായ പാട്ടാണ് താളവട്ടത്തിൽ. അച്ഛൻ്റെ പ്രശസ്തനായ മകനായിരുന്നു രാജാമണി. 1949 വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ സംഗീതം നൽകിക്കൊണ്ട് തുടക്കം കുറിച്ച, അല്ലെങ്കിൽ പാട്ടുകാരൻ പി ജയചന്ദ്രന് പാടാനായിട്ടുള്ള ഗായകനായി രംഗപ്രവേശം ചെയ്യാനുള്ള ആദ്യത്തെ അവസരം കൊടുത്ത ആളെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കേശാദി പാദം തൊഴുന്നേൻ കേശവ എന്നുള്ള മനോഹരമായ പാട്ട്, നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്നുള്ള ജാനകിയമ്മയുടെ മനോഹരമായ പാട്ട്, ഗുരുവായൂരുള്ളൊരു കണ്ണൻ എന്നൊരു ദിനം എന്നുള്ള പാട്ട്, പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കടവിൽ എന്നുള്ള പാട്ട്, നല്ല സുർമ എന്ന് പറഞ്ഞ യേശുദാസ് പാടി അഭിനയിച്ച പാട്ട്, കുങ്കുമുഖ പൂക്കൾ പൂത്തു ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ, ഇങ്ങനെ കാർത്തിക വിളക്ക് വെച്ച് പോരുമ്പോൾ, ഇങ്ങനെ ഒരുപാട് പാട്ട്. അതിൽ നമുക്ക് എപ്പോഴും വളരെ ക്ലാസിക്കലായിട്ട് തോന്നുന്നൊരു നല്ല പാട്ടുണ്ട്, മന്ദബന്ധം നിദ്രവന്നൻ മാനസത്തിൻ മണിയറയിൽ എന്നുള്ള പാട്ട്. ഈ പാട്ടൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചത് BA ചിദംബരനാഥ് എന്ന് പറഞ്ഞ നാഗർകോവിലുകാരനായിരുന്നു. ചിദംബരനാഥ് മാഷിൻ്റെ മകനാണ് രാജാമണി. രാജാമണിയുടെ ഏകലവ്യൻ എന്ന് പറഞ്ഞ ഷാജി കൈലാസിൻ്റെ പടത്തിലെ നന്ദകിഷോര ഹരേ എന്ന് പറഞ്ഞ് ചിത്രപാടുന്ന ആ ഒരൊറ്റ പാട്ട് മതി രാജാമണിയുടെ മിടുക്കറിയാൻ. നന്ദകിഷോര ഹരേ മാധവ നീയാണ് എന്ന ഭയം എന്ന് പറഞ്ഞു അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്ത് രസമായിട്ടാണ് രാജാമണി ചെയ്തിരിക്കുന്നത്. ഒരു കള്ളസ്വാമിയുടെ കഥയാണല്ലോ ഏകലവ്യൻ. ആ കള്ളസ്വാമിയുടെ ആശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈശ്വര പ്രാർത്ഥനയായി കരുതാവുന്ന നന്ദകിഷോര ഹരേ എന്നുള്ള പാട്ട്, ആത്മീയ വ്യഭിചാരത്തിനെതിരെ, അവിടെ നടക്കുന്ന കള്ളക്കളികൾക്കെതിരെ, അറിയാമല്ലോ നമുക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന മാധവൻ, ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ആ പാട്ട് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ ഭക്തിയും ആക്ഷനും കൂടി ബ്ലെൻഡ് ചെയ്ത് എന്ത് രസകരമായി ചെയ്തിരിക്കുന്നു ആ പാട്ടെന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ എന്ന് പറഞ്ഞ സ്വാഗതം എന്ന് പറഞ്ഞ വേണുനാഗോളിയുടെ പടത്തിൽ നല്ലൊരു പാട്ട് രാജാമണി ചെയ്തിട്ടുണ്ട്. ഏകലവ്യൻ, കമ്മീഷണർ, ആറാം തമ്പുരാൻ, ബാലേട്ടൻ, ഭരചന്ദ്രൻ IPS, കീർത്തി ചക്ര, 2020, രാവണപ്രഭു, നരസിംഹം, വലിയേട്ടൻ, ഉസ്താദ്, താണ്ഡവം, അയാൾ കഥ എഴുതുകയാണ്, തിളക്കം, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ജനകൻ, ലോഹം തുടങ്ങി ഈ ലിസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് രഞ്ജി പണിക്കരുടെയും ഷായി കൈലാസിൻ്റെയും രഞ്ജിത്തിൻ്റെയൊക്കെ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ എല്ലാം റീറെക്കോർഡിങ് നടത്തിയത്, പാട്ടുകൾ വേറെ രവീന്ദ്രനടക്കം ചെയ്തപ്പോൾ പോലും എന്താ പറയുക റീറെക്കോർഡിങ് നടത്തിയത്, പശ്ചാത്തല സംഗീതം കൊടുത്തത് രാജാമണിയായിരുന്നു. 200-ലധികം സിനിമകൾക്കായി 30 വർഷത്തിനിടയിൽ അദ്ദേഹം റീറെക്കോർഡിങ് നടത്തി എന്ന് പറയുമ്പോൾ പശ്ചാത്തല സംഗീത വിദഗ്ധൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഏകലവ്യനോ കമ്മീഷണറോ ഒക്കെ കണ്ടാൽ മതിയല്ലോ അല്ലേ, എന്ത് രസമായിട്ടാണ് ആ പടങ്ങൾക്ക് പശ്ചാത്തല സംഗീതം നൽകി ആ ചിത്രത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഗുൽമോഹർ എന്ന് പറഞ്ഞ പടത്തിൽ ചാക്കോ മുതലാളി എന്ന് പറഞ്ഞൊരു വേഷവും രാജാമണി ഇതിനിടയിൽ ചെയ്തു. എന്തായാലും സമ്മതിക്കണം, അയ്യോ രാജാമണിയോട് നമ്മൾ ഇരുന്നാലും നമ്മളെ സമയം പോണത് അറിയില്ല. തമാശകളെന്ന് പറഞ്ഞാൽ തമാശ ഒന്നും ക്യാമറയുടെ മുന്നിൽ പറയാൻ കൊള്ളില്ല, അതാണ് രസം. വിദ്യാരം മാഷിനെ കുറിച്ചൊക്കെ പറയുന്ന കഥകൾ കേൾക്കണം, ഒരുപാട് എന്നിട്ട് രാജാമണി തന്നെ ഉച്ചത്തിൽ ചിരിക്കും. ചിദംബരനാഥ് തുളസി ദമ്പതിമാരുടെ 6 മക്കളിൽ മൂത്തയാളാണ് രാജാമണി. അതിലൊരു മകനെ കൂടെ എനിക്ക് പരിചയമുണ്ട്, മുരളി. അദ്ദേഹം ഈ HMVയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സരിഗമയുടെ മദ്രാസിലെ പ്രതിനിധിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. 1966 ചിദംബരനാഥ് ചെയ്ത കുഞ്ഞുകൂനൻ എന്ന് പറഞ്ഞ സിനിമയിൽ കോങ്കോ ഡ്രം വായിച്ചത് 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന രാജാമണിയായിരുന്നു 13ാമത്തെ വയസ്സിൽ. ആലോചിച്ച് നോക്കിയേ, നമുക്ക് റഹ്മാനെ മാത്രമേ അറിയാവൂ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 12-13 വയസ്സുള്ളപ്പോൾ രാജാമണിയും
പശ്ചാത്തല സംഗീതത്തിന് അല്ലെങ്കിൽ പാട്ടിന് കോങ്കോ ഡ്രമൊക്കെ വായിച്ചിട്ടുണ്ട്. അച്ഛനറിയാതെ പാശ്ചാത്യ ഉപകരണങ്ങൾ വായിക്കാൻ രാജാമണി പഠിച്ചു. കർണാടക സംഗീത ഉപാസകനായ അച്ഛൻ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർക്കും എന്ന് വിചാരിച്ചു. കീബോർഡും ഗിത്താറും ഒക്കെ രഹസ്യമായിട്ട് അതുകൊണ്ടാണ് രാജാമണി പഠിച്ചത്. അച്ഛൻ ചിദംബരനാഥ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ രാജാമണി ഗിത്താർ വായിക്കേണ്ടി വന്നു. അപ്പോഴാണ് ചിദംബരനാഥ് അറിയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മോൻ്റെ കലയോടുള്ള താല്പര്യം നേരിട്ട് ചിദംബരനാഥ് അപ്പോഴാണ് അറിയുന്നത്. മോനെ നേരെ പുലിമടയിൽ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ദേവരാജ സന്നിധിയിൽ എത്തിച്ചു. ഐ വി ശശിയുടെ ഇതാ ഇവിടെ വരെയിലെ പാട്ടുകൾ ചെയ്യുന്ന സമയമായിരുന്നു ദേവരായ മാഷ്. രാജാമണിയെ കൂടി മാഷ് കൂടെ കൂട്ടി. ഇതിനിടയിൽ ഭാഗ്യം തേടി രാജാമണി ഇടയ്ക്ക് കുറേ കാലം ഗൾഫിലും പോയി. പക്ഷേ സിനിമയിലെ ഫുഡ് അടിച്ച ഒരാളിനും വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല. പാതി വഴിക്ക് അവിടുത്തെ പണി ഇട്ടിറങ്ങി വീണ്ടും രാജാമണി ചെന്നൈക്ക് വന്നു. ഗിറ്റാറിസ്റ്റായിട്ട് ശ്യാമിൻ്റെയും എം കെ അർജുൻ്റെയും കെ രാഘവൻ്റെയും ദക്ഷിണാമൂർത്തിയുടെയും ഒക്കെ പ്രിയ ശിഷ്യനായി മാറി. പി ജയചന്ദ്രൻ്റെയും ലതികയുടെയും ഒരു ഗാനമേളയിൽ ഗിറ്റാർ വായിക്കാൻ രാജാമണി പോയി. അത് കണ്ടക്ട് ചെയ്തത് ജോൺസൺ ആയിരുന്നു. അങ്ങനെ വർഷങ്ങളോളം അതോടെ ജോൺസന്റെ സന്തത സഹചാരിയായി മാറി രാജാമണി. 2016 ഫെബ്രുവരി 15 60ാമത്തെ വയസ്സിൽ രാജാമണി മരണത്തിന് കീഴടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മരണം തട്ടിക്കൊണ്ടുപോയി എന്നും പറയാം. രണ്ട് അഭിപ്രായവും കേൾക്കുന്നുണ്ട്. ജീവിതം ഒരു രാഗം റീറെക്കോർഡിങ് നടക്കണം. എനിക്കിപ്പോഴും കണ്ണടച്ചിരുന്നാൽ എനിക്ക് ആ വിഷ്വൽ ഓർമ്മ വരും. ഉച്ചയ്ക്ക് ബ്രേക്കായി. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഊണുമുറിയിലേക്ക് നടക്കുമ്പോൾ സംവിധായകൻ യു വി രവീന്ദ്രനാഥ് ഒരു ചെറുപ്പക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തി. സമപ്രായക്കാരൻ എന്ന് പറയാം. നരച്ച് എന്താ പറയുക, പഴഞ്ചനായ ഒരു ബ്രൗൺ ഉടുപ്പ്, ഫുൾ കൈ ഉടുപ്പ് ഇങ്ങനെ ചുരുട്ടി വെച്ചാണ് ഇട്ടിരിക്കുന്നത്. മുഷിഞ്ഞ ഒരു മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ അമർഷത്തിൻ്റെയോ നിരാശയുടെയോ ഒക്കെ ലാഞ്ചനയുണ്ടെന്ന് എനിക്ക് തോന്നി. ദിനേശ്, ഇത് കവി ഗിരീഷ്. ഇങ്ങനെയാണ് എന്നോട് യു വി രവീന്ദ്രനാഥ് പറഞ്ഞത്. കോഴിക്കോട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ കവി ഗിരീഷ് എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒന്ന് പതിയെ ചിരിക്കാനൊരു ശ്രമം നടത്തി. ചിരിച്ചു എന്ന് വരുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇദ്ദേഹമായിരിക്കും എൻ്റെ അടുത്ത സിനിമയിൽ ചിലപ്പോൾ പാട്ട് എഴുതുന്നത് എന്ന് യു വി രവീന്ദ്രനാഥ് പറഞ്ഞു. അപ്പോൾ ഖാദർ സാറും വാസേട്ടനും ഔട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ജീവിതരാഗത്തിൽ വാസൻ ചേട്ടനും പൂച്ചൽ ഖാദറുമാണല്ലോ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയും ഔട്ടാക്കിയാ എന്ന് ചോദിച്ചു. തമാശ ചോദിച്ചതാണ്. സംവിധായകൻ ഉച്ചത്തിൽ ചിരിച്ചു രവീന്ദ്രനാഥ്. ഖാദർ സാറിന് വിട്ടൊരു കളിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഖാദർ സാർ പാട്ട് എഴുതും, അതിൻ്റെ കൂട്ടത്തിൽ ഈ നവാഗതനെ കൊണ്ടും എഴുതിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വാസനോട് പറഞ്ഞിട്ടില്ല, പറയണ്ട എന്ന് എനിക്ക് മറുപടി പറയേണ്ടി വന്നു. കിലുക്കത്തിൽ ഈ ലോട്ടറി അടിച്ച് നമ്പറുകൾ ഓരോന്ന് രേവതി അഭിനയിക്കുന്ന കഥാപാത്രം പറയുമ്പോൾ ഇന്നസെൻ്റെ കിട്ടുണ്ണി നിൽക്കും പോലെയാണ് ഗിരീഷിൻ്റെ നിൽപ്പ്. പിന്നെ ഇയാളിപ്പോൾ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കും. വിശ്വാസമില്ല പുള്ളിക്ക്. കാരണം ഒരുപാട് പേരെ ഈ ഗിരീഷ് കണ്ടിരുന്നു. അവരാരും അടുത്തതിൽ നോക്കാമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ടൊരു അവസരം കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇതും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊരു മുഖമാണ് അദ്ദേഹത്തിന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഗിരീഷാണ് പിന്നീട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ എഴുതിയ എല്ലാ പാട്ടുകളും ഏതെല്ലാം ലെവലിൽ, ഭക്തിഗാണെങ്കിൽ ഭക്തിഗാനം, വിരഹമാണെങ്കിൽ വിരഹം, ഏത് ഗാനങ്ങളും എനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ച ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു അന്ന് ചാൻസ് ചോദിച്ച് അല്ലെങ്കിൽ സംവിധായകനെ കാണാനായിട്ട് ആ റീ റെക്കോർഡിങ് നടക്കുന്ന സ്റ്റുഡിയോയിൽ വന്നത്. യു വി രവീന്ദ്രനാഥ് പക്ഷേ വാക്ക് പാലിച്ചു. പിറ്റേ വർഷം എൻക്വയറി എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ പാട്ടെഴുതാനും കൂടെ വിളിച്ചു. രാജാമണി തന്നെ സംഗീത സംവിധാനം. ജന്മാന്തരങ്ങളിൽ ഈ ശ്യാമസന്ധ്യയിൽ സംഗീത സാന്ദ്രമാം ഈ വഴി വന്നു എന്നായിരുന്നു ഗിരീഷ് സിനിമയ്ക്ക് എഴുതിയ ആദ്യത്തെ പാട്ടിലെ വരികൾ.
2 പാട്ടേ എൻക്വയറിയിലുള്ളൂ. രണ്ടാമത്തെ പാട്ട് പൂച്ചൽ ഖാദർ എഴുതി. കണ്ണൂര് മുഴുപ്പിലങ്ങാട് സ്വദേശിയാണ് സംവിധായകൻ യു.വി. രവീന്ദ്രനാഥ്. സിനിമയിൽ രവീന്ദ്രൻ മുഴുപ്പിലങ്ങാട് എന്നാണ് അദ്ദേഹം കൊടുക്കാനിരുന്നത്. പൂജാ സമയത്തൊക്കെ അങ്ങനെയാണ് കാർഡിലടിച്ചത്, രവീന്ദ്രൻ മുഴുപ്പിലങ്ങാട്. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞു, ഏയ് മുഴുപ്പിലങ്ങാട് എന്നൊക്കെ വെച്ച് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ വയ്ക്കേണ്ട, ആ പേര് മാറ്റണം. അങ്ങനെ പറഞ്ഞാണ് രവീന്ദ്രൻ മുഴുപ്പിലങ്ങാട് യു.വി. രവീന്ദ്രനാഥായി മാറിയത്. കോയമ്പത്തൂരിൽ തയ്യൽക്കാരനായിരുന്നു കുറേ കാലം രവീന്ദ്രനാഥ്. പിന്നെ സിനിമാ പനി പഠിച്ചപ്പോൾ മദ്രാസിലെത്തി. നാടകം എഴുത്ത്, തിരക്കഥ എഴുത്ത്, അഭിനയം, അതൊക്കെയായിരുന്നു മനസ്സ് നിറയെ. ഞാൻ ഇന്നലെ വാസൻ ചേട്ടൻ്റെ ഇന്ന് നമ്പർ വാങ്ങിയിട്ട് യു.വി. രവീന്ദ്രനാഥിനെ വിളിച്ചു. അപ്പം അദ്ദേഹം ഇപ്പോൾ സ്ട്രോക്ക് വന്ന് അസുഖബാധിതനായി കോഴിക്കോട്ട് മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസം. മുഴുപ്പിലങ്ങാട് നിന്ന് മാറി ഇപ്പം കോഴിക്കോട്ടാണ്, മാങ്കാവിൽ. ഞാൻ അടുത്ത മാസം 10-ാം തീയതി കോഴിക്കോട്ട് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ചേട്ടനെ ഞാൻ വന്ന് കാണാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു സിനിമ മകനെ വെച്ച് ചെയ്യണം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അനാരോഗ്യമായപ്പോൾ, എന്താ പറയുക, സ്ട്രോക്ക് വന്ന് പ്രശ്നമായപ്പോൾ അദ്ദേഹം ആ സിനിമ ചിത്രീകരണം നീട്ടിവെച്ചിരിക്കുകയാണ്. കോയമ്പത്തൂരിലെ സൗഹൃദമാണ് സിനിമ സംവിധാനം ചെയ്യാനായത്. ഒരു മദ്യക്കച്ചവടക്കാരനായിരുന്നു ജീവിതരാഗം നിർമ്മിച്ച എം.ആർ. രാമസ്വാമി എന്ന കോയമ്പത്തൂരുകാരൻ. ഒരു സാധു മനുഷ്യൻ. LG കായത്തിൻ്റെ സഞ്ചിയിലാണ് ലക്ഷങ്ങളുടെ കാശുമായിട്ട് വരുന്നത് ലൊക്കേഷനിൽ. അപാരമായ ആത്മവിശ്വാസമുള്ള മനുഷ്യനായിരുന്നു യു.വി. രവീന്ദ്രനാഥ്. ആദ്യ സിനിമ ചെയ്യുമ്പോൾ പോലും ഇരുത്തം വന്നൊരു സംവിധായകനെ പോലെ വലിയ ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത 2 പേരോടൊപ്പം എനിക്ക് ആദ്യത്തെ സിനിമയിൽ സഹകരിക്കാൻ പറ്റി. ഒന്ന് യു.വി. രവീന്ദ്രനാഥ്, മറ്റൊന്ന് കുറ്റപത്രം സുരേഷ് ഗോപിയെ നായകനാക്കി എടുത്ത ആർ. ചന്ദ്രു. അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസമുള്ളായിരുന്നു. കാരണം വർഷങ്ങളോളം ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കഥയായതുകൊണ്ട് A to Z സീൻ മനസ്സിലുണ്ട് ഇവരെ 2 പേരുടെ. അപ്പോൾ ഒരുപാട് വർഷം കോയമ്പത്തൂരിലും മദുരാശിയിലും ജീവിച്ച കാരണം തമിഴ് ചൊവ്വയുള്ള ഒരു ടോണിലാണ് യു.വി. രവീന്ദ്രനാഥ് സംസാരിക്കാറ്. യു.വി. രവീന്ദ്രനാഥിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവിതം ഒരു രാഗം കഥ എഴുതി, തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത ആൾ എന്ന നിലയ്ക്കല്ല. ഗിരീഷ് പുത്തഞ്ചേരിയെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ആദ്യത്തെ ആൾ എന്നുള്ള ക്രെഡിറ്റാണ് എക്കാലത്തും യു.വി. രവീന്ദ്രനാഥിന് കിട്ടേണ്ടത്. പക്ഷെ അധികം പേര് അത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചരിത്ര പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പത്രക്കാരോ ഒന്നും ആ മനുഷ്യനെ അറിയില്ല എന്നുള്ളതാണ് സത്യം. പുത്തഞ്ചേരിയെ അറിയുന്നവരിൽ ചിലർ പറയും, ചക്രവാളത്തിനും അപ്പുറം എന്ന് പറഞ്ഞ ചിത്രീകരണം തുടങ്ങാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഗിരീഷ് എഴുതിയതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഗിരീഷിന് അടുപ്പമുള്ള ചിലർ പറയും. വേറെ ചിലർ പറയും, ആ ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമ, ജയരാജിൻ്റെ ജോണി വാക്കറിൽ മനോഹരമായ 5 പാട്ടുകൾ SP വെങ്കടേഷിൻ്റെ ട്യൂണിൽ ചെയ്തില്ലേ, അവിടെയാണ് ഗിരീഷ് തുടക്കം കുറിച്ചതെന്ന് പറയും. SP വെങ്കടേഷ് 5 ട്യൂണുകൾ കൊടുത്തു. പിറ്റേന്ന് റെക്കോർഡിങ്. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് ട്യൂണൊപ്പിച്ച് പുത്തഞ്ചേരി എഴുതി നോക്കി. പാട്ടുകളാവുന്നില്ല. പേപ്പറുകൾ ചവറ്റുകൂട്ടയിലേക്ക് എറിഞ്ഞു. ഈ പണി, ട്യൂണിട്ട് പാട്ടെഴുതുന്ന ഈ പണി തനിക്ക് പറ്റില്ല എന്ന് സ്വയം പുത്തഞ്ചേരി വിലയിരുത്തി. രാവിലെ ജയരാജിനോട് കാര്യം പറഞ്ഞു. സാരമില്ല, പാട്ടൊന്നും വേണ്ട, വാ സ്റ്റുഡിയോയിലേക്ക് പോകാം എന്നായി ജയരാജ്. സ്റ്റുഡിയോയുടെ മുന്നിൽ പുൽത്തകിടിയിൽ ജയരാജ് പുത്തഞ്ചേരിയെ മേയാൻ വിട്ടു. അവിടുന്ന് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവന്നു എന്നുള്ള പാട്ട് വന്നു. പുത്തഞ്ചേരി ഇങ്ങനെയാണ് പാട്ടെഴുതാൻ തുടങ്ങിയത് എന്നൊക്കെ പലരും എഴുതി പൊക്കാറുണ്ട്. അവരാരും ഒരിക്കലും യു.വി. രവീന്ദ്രനാഥിൻ്റെ പേര് ഓർക്കാറേയില്ല. കാരണം അവർക്ക് യു.വി. രവീന്ദ്രനാഥിനെ അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. രാജാമണിയെ പരിചയവും കാണില്ല ഇവർക്കൊന്നും. കാരണം രാജാമണി പറയുകയാണ്, പുതിയ ആൾ എഴുതിയ ശരിയാവില്ല എന്ന് പറഞ്ഞെങ്കിലും പുത്തഞ്ചേരിക്ക് പാട്ട് കിട്ടണമെന്നില്ല. ഇതൊക്കെ ഒരു നിമിത്തമാണല്ലോ. യു.വി. രവീന്ദ്രനാഥ് പറയുന്നത്, എൻക്വയറിയിലെ പാട്ട് കമ്പോസിങ് കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ പുത്തഞ്ചേരി മുന്നിൽ നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. ആ സന്തോഷം കൊണ്ടായിരിക്കും. രാജാമണിയുടെ ഹാർമോണിയത്തിൽ തൊഴുതു. വളരെ അർത്ഥവത്തായ പാട്ടല്ലേ പുത്തഞ്ചേരി ആദ്യമായി എഴുതിയത്. ജന്മാന്തരങ്ങളിൽ ഈ ശ്യാമസന്ധിയിൽ സംഗീത സാന്ദ്രമാം ഈ വഴി വന്നു എന്നാണല്ലോ തുടക്കം തന്നെ അദ്ദേഹം എഴുതിയത്. അരമണിക്കൂർ പോലും ആ പാട്ടെഴുതാൻ വേണ്ടി പുത്തഞ്ചേരി ഉപയോഗിച്ചില്ല എന്നാണ് പറയുന്നത്.
വരികൾ ട്രാക്കുമായി ഒത്തുനോക്കിയ രാജാമണിക്ക് സന്തോഷം. സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ കറക്റ്റ് മീറ്റർ. ഒരക്ഷരമോ ഒരു വാക്കോ മാറ്റി എഴുതേണ്ടി വന്നില്ല. അവിടെ ആ സന്ദർഭത്തിൽ അവിടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്ന മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനരചയിതാവിന് വെല്ലുവിളിയുമായി പുത്തഞ്ചേരി എന്ന നവാഗതൻ പിറവിയെടുക്കുകയായിരുന്നു. അക്കാലത്ത് പുത്തഞ്ചേരി വരുന്ന സമയത്ത് കൈതപ്രം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. 2 കൈയും 2 കാലും ഉണ്ടായിരുന്നാൽ പോലും തിരുമേനിക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത കാലമായിരുന്നു. കൈതപ്രത്തിനെ കൊണ്ട് പാട്ട് എഴുതിച്ച് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പടലയോടെ മറിഞ്ഞു എന്നുള്ളതാണ്, ഗിരീഷിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് സിനിമയിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പം ജോൺസൺ മാഷിനെ വെച്ച് പാട്ട് എഴുതിയവരെ നിങ്ങൾ അന്വേഷിച്ചു, പാട്ട് ചെയ്യിച്ചവരെ വെച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജോൺസൺ മാഷിനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അടുത്ത ആളിനെ കിട്ടുമ്പോൾ, ഈ സിനിമയിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, പുതിയ പുതിയ ആളുകളെ കിട്ടുമ്പോൾ അങ്ങ് ചാടിക്കളയും. കൈതപ്രം സംഗീത സംവിധായകൻ ആകാനിറങ്ങിയതും ഒരു പാരയായി എന്ന് പറയാം. ആസ്ഥാന സംഗീത സംവിധായകർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അത് ശരി, യവൻ സംഗീതം കൊടുക്കണം, എങ്കിൽ അവനെ ഒതുക്കണം, അവൻ്റെ പാട്ടിനി നമ്മൾ ചെയ്യില്ല എന്ന് പലരും മനസ്സിലെങ്കിലും കുറിച്ച് കാണും. അവരും കഴിയുന്നത്ര പണി കൈതപ്രത്തിന് കൊടുത്തു. അതൊക്കെയാണ് ഗിരീഷിന് വളമായത് എന്ന് പറയാം. പിന്നെ ഗിരീഷിൻ്റെ പദസമ്പത്ത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കൈതപ്രം ദാമോദരൻ സംഗീതം കൊടുത്ത സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുതി, അങ്ങനെ ഒരു അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോണി വാക്കറിലെ തട്ടുപൊളിപ്പൻ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായി. ഐ.വി. ശശിയുടെ ദേവാസുരത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ എന്നുള്ള പാട്ട്, കമലിൻ്റെ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം എന്ന് പറയുന്ന സിനിമയിലെ പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം എന്നുള്ള പാട്ട്, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണു ഊതുന്ന മൃദുമന്ത്രണം, അടുത്ത വരി അതാണ്. പദനിസ്വനവും മൃദു മന്ത്രണവും രാവിൻ തിരുവരങ്ങും വാദ്യ ഘോഷാദികളുമൊക്കെ മലയാളികൾക്ക് ശ്രവണസുഖം നൽകിയ പദസമ്പത്തുകളായി മാറി. 100 വരികളിൽ 702 അക്ഷരങ്ങളാൽ എഴുതിയ നരസിംഹത്തിലെ പഴനിമല മുരുകന് പള്ളിവേലായുധം എന്ന് പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനം എന്നുള്ള പാട്ടാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ പാട്ട്. അതും ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ്. 100 വരികളുണ്ട്, 702 അക്ഷരങ്ങളുണ്ട്. പിന്നൊന്ന് പറയാവുന്നത്, ചിത്രീകരണം കഴിഞ്ഞ സിനിമയ്ക്ക് എഡിറ്റ് ചെയ്ത ഷോട്ടുകൾ നോക്കി പാട്ടെഴുതിയതിന് കുറേ ഷോട്ടുകൾ വി കെ പ്രകാശ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതിന് പറ്റിയ വരികൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതി. പുനരധിവാസം എന്ന് പറഞ്ഞ പടത്തിൽ എഴുതിയിട്ട് ആ പടത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങാൻ ഗിരീഷിന് കഴിഞ്ഞു. ഇങ്ങനെ മുന്തിരികൾ മണികൾ കോർക്കും ഈ പുലരിയിൽ എന്നായിരുന്നു ആ പാട്ട്. ഈ രീതിയിൽ വേറൊരു കാര്യം വേണമെങ്കിൽ പറയാം. തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ പത്രായ സാറ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കുറേ ഷോട്ടുകൾ, മോഹൻലാലും പാർവതി നടക്കുന്നത് അതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഷോട്ടുകൾ എടുത്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ കൊണ്ട് സംഗീതം നൽകിച്ച് നമ്മുടെ ക്ഷിപ്രകോപിയായ കവിയുണ്ടല്ലോ അദ്ദേഹത്തെ കൊണ്ട് പാട്ടെഴുതിച്ചു. സൂപ്പർ ഹിറ്റായില്ലേ തൂവാനത്തുമ്പികളിലെ പാട്ടുകൾ. അതിനേക്കാളും അത്ഭുതകരമായ ഒരു പണി വേണമെങ്കിൽ ഗിരീഷ് നടത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കമൽ സംവിധാനം ചെയ്യാനിരുന്ന ഒരു സിനിമയുണ്ടല്ലോ ചക്രം, മോഹൻലാലും ദിലീപും വിദ്യാബാലനും അഭിനയിക്കാനിരുന്ന ചക്രം. ജോണി സാഗരികയായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. രവീന്ദ്രനായിരുന്നു സംഗീതം, പുത്തഞ്ചേരിയായിരുന്നു ഗാനരചന. തിരക്കഥ വായിച്ചു വന്നപ്പോൾ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വരികയും അവിടെ വെച്ച് മോഹൻലാലും കമലുമായിട്ട് സംസാരിച്ച് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് നിർത്താൻ, ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ ആ പടത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെയാണ് പാവം വിദ്യാബാലൻ അൺലക്കിയായി പോയത്. ആ പടം ഇറങ്ങിയിരുന്നെങ്കിൽ വിദ്യാബാലൻ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായേനെ. അങ്ങനെ ആ സിനിമ നിന്ന ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ തിരക്കഥ എഴുതിയ ലോഹിതദാസ് തന്നെ ചക്രം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പൃഥ്വിരാജ് നായകൻ. അപ്പോൾ കമൽ ചെയ്യാനിരുന്ന പടത്തിന് വേണ്ടി ചെയ്ത രവീന്ദ്രനും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടി ചെയ്ത ആ ചക്രത്തിന് വേണ്ടി ചെയ്തിട്ട് മുടങ്ങിപ്പോയ പടത്തിലെ പാട്ടുകൾ
ഈ പുതിയ ചക്രത്തിൽ ഉപയോഗിച്ചോട്ടെ എന്ന് നിർമ്മാതാവിനോട് ചോദിച്ചു. എടുത്തോളൂ. അവർക്ക് വലിയ സന്തോഷമായി. ആ പാട്ടുകളെടുത്ത് പുതിയ ചക്രത്തിൽ ഉപയോഗിച്ചു. ചിത്രീകരണം പൂർത്തിയായി. മറ്റന്നാൾ റിലീസ് 3 ദിവസമുണ്ട്. 3 ദിവസം ഉള്ളപ്പോൾ റിലീസിന് 3 ദിവസം ഉള്ളപ്പോൾ ഈ ലോഹിതദാസിന്റെ ചക്രത്തിന്റെ നിർമ്മാതാവിനൊരു ഇണ്ടാസ് വരികയാണ്. ഞങ്ങളെ പടത്തിലേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. ആലോചിച്ച് നോക്കിയേ. ആ പടം ആകെ 50 ലക്ഷം രൂപയുടെ ബജറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നുണ്ടാവും. 3 ദിവസമേ ഉള്ളൂ. അല്ലെങ്കിൽ പടം മാറ്റി വയ്ക്കേണ്ടി വരും റിലീസ്. കോഴിക്കോട്ട് വിളിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയോടും രവീന്ദ്രൻ മാഷിനോടും എറണാകുളത്ത് നമുക്ക് സന്ധിക്കാം എന്ന് പറഞ്ഞു. രണ്ടുപേരും എറണാകുളത്ത് സമ്മേളിക്കുന്നു. ട്യൂണൊന്നും മാറ്റാതെ അതിലെ മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളെല്ലാം രവീന്ദ്രൻ മാഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വേറെ മ്യൂസിക് ഇൻസ്ട്രുമെൻസുകൾ ഉപയോഗിച്ച് ആ ട്യൂണിൽ തന്നെ കമ്പോസ് ചെയ്തു. വിഷ്വൽ നോക്കിയിട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന ഞാൻ തന്നെ എഴുതിയ പാട്ടിൻ്റെ വരികൾ കേട്ടിട്ട് വേറെ അതേ അർത്ഥമുള്ള വേറെ വരികൾ വെച്ച് ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുതി. പറഞ്ഞതുപോലെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പടം റിലീസ് ചെയ്തു. 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ച ആൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല രവീന്ദ്രനും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെ ഇങ്ങനൊരു പണി തരുമെന്ന്. ഒരു അണുകിട വ്യത്യാസമില്ലാതെ. എന്നാൽ ആദ്യ കമലിൻ്റെ ചക്രത്തിന് വേണ്ടി ചെയ്ത പാട്ടിൻ്റെ ഒരു ലാഞ്ചനയും ഇല്ലാതെ വരികളും സംഗീതവും മാറ്റിക്കളഞ്ഞു. സംഗീത ഉപകരണങ്ങളും മാറ്റിക്കളഞ്ഞു. അങ്ങനെ കൃത്യമായി റിലീസ് ചെയ്തു. ഇത്തിരി കടുകട്ടിയായ പ്രവൃത്തിയായിരുന്നു അതെന്ന് പറയാം. അത് ഈസി ആയിട്ട് ഗിരീഷ് ചെയ്തു എന്നുള്ളതാണ്. 20 വർഷങ്ങൾക്കുള്ളിൽ 300 സിനിമകൾക്കായി 1500-ലധികം ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി. പിന്നെ കഥാകൃത്തായി, തിരക്കഥാകൃത്തായി, സംഗീത സംവിധായകനായി. നല്ല ഒരു ശ്രീകൃഷ്ണൻ്റെ കാസറ്റ്, എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല പാട്ടുകളാണ്. ഞാൻ അന്ന് ഗിരീഷിന് കത്തെഴുതുകയും ചെയ്തു. പല മേഖലയിലേക്ക് കടക്കുമ്പോഴാണ് 2010 ഫെബ്രുവരി 10 49-ാമത്തെ വയസ്സിൽ 49 വയസ്സേ ഉള്ളൂ ഗിരീഷ് മരിക്കുമ്പോൾ. ഗിരീഷ് പോയി. ഗിരീഷിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്നു വയലാർ. അദ്ദേഹം 47-ാമത്തെ വയസ്സിലാണ് ഈ ലോകം വിട്ടുപോയത്. അപ്പോൾ ആരാധകൻ 49-ാമത്തെ വയസ്സിൽ പോയി. വയലാർ 47-ാമത്തെ വയസ്സിൽ പോയി. രണ്ടുപേരും എങ്ങനെ പോയി എന്ന് മലയാളിക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അമിതമായ മദ്യപാനം രണ്ടുപേരെയും 50 വയസ്സ് പോലും തികയാൻ സമ്മതിക്കാതെ കൊണ്ടുപോയി. സിനിമ വിതരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കോഴിക്കോട്ടുകാരനായ ഒരു ശിവശങ്കരൻ എന്ന സുഹൃത്താണ് ഗിരീഷിനെ UV രവീന്ദ്രനാഥിനെ പരിചയപ്പെടുത്തിയത്. ഒരവസരത്തിനായി ഒരുപാട് അലഞ്ഞ പയ്യന, കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുക എന്നാണ് ശിവശങ്കരൻ UV രവീന്ദ്രനാഥിനോട് പറഞ്ഞത്. കോഴിക്കോട്ടെ റീജൻസി ഹോട്ടൽ ഉടമ സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളും രവീന്ദ്രനാഥിനോട് പുത്തഞ്ചേരിക്ക് വേണ്ടി ശുപാർശ ചെയ്തു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ UV, ഞാൻ അവസരം തരാം, പൂച്ചൽ ഖാദറാണ് എൻ്റെ പടത്തിൽ പാട്ട് എഴുതുന്നത്, അടുത്തതിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഇപ്പം ഈ അടുത്തതിൽ നോക്കാം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സിനിമയിൽ പറ്റിപ്പാണ്. അത് നടക്കാറില്ല. സിനിമാക്കാരുടെ സ്ഥിരം വാചകമാണ് അടുത്തതിൽ നോക്കാം, ഇതിലെല്ലാം ആയി പറയും. നിരാശനായി മടങ്ങുന്ന പുത്തഞ്ചേരിക്കാരൻ യുവാവിൻ്റെ മങ്ങിയ മുഖം UV രവീന്ദ്രനാഥ് എന്ന് പറയുന്ന മനുഷ്യപ്പറ്റുള്ള മനുഷ്യൻ്റെ മനസ്സിൽ തറഞ്ഞു നിന്നു. മദ്രാസിൽ എൻക്വയറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പാട്ട് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ രാജാമണിയോട് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു. പൂച്ചൽ ഖാദറിനോടും പറഞ്ഞു. ഞാൻ കോഴിക്കോട്ട് വെച്ചൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു, അവൻ ഇതിലൊരു പാട്ട് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, അവൻ്റെ അടുത്ത പടത്തിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നു പോകുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്ന് പറഞ്ഞപ്പോൾ പൂച്ചൽ ഖാദർ സംഭവിച്ചു. അങ്ങനെ ഒരു സാധു മനുഷ്യനല്ലേ. പൂച്ചൽ ഖാദർ പറഞ്ഞു, ഞാനെന്താ ഒരു പാട്ട് അയാൾ എഴുതിട്ട് ഒന്ന് ഞാൻ എഴുതാം. രാജാമണി സമ്മതിച്ചു. അങ്ങനെ ആ പടത്തിൽ UV രവീന്ദ്രനാഥിനെ അസിസ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട്ടുകാരനായ പിന്നീട് സംവിധായകനായി മാറിയ KP സുനിലാണ്. അപ്പോൾ സുനിലിനെ വിളിച്ചിട്ട് സുനിലിന് ഒരു ടെലഗ്രാം കൊടുത്തു. അന്ന് വിളിക്കാൻ ഒക്കില്ലേ, STD ഒന്നും ഇല്ലല്ലോ, ഇത് ട്രങ്കൊക്കെ ബുക്ക് ചെയ്യണം. ഒരു ടെലഗ്രാം കൊടുത്തു. ഗിരീഷിനെയും കൂട്ടി ഇന്ന് തന്നെ വണ്ടി കയറാനായിരുന്നു ടെലഗ്രാമിലെ വരികൾ. ഗിരീഷിനെ തിരക്കി സുനിൽ ചെന്നപ്പോൾ ഈ ആലിൻ്റെ പഴം പഴുക്കുമ്പോൾ
കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുമല്ലോ, പഴം പഴുത്ത് വരുമ്പോൾ തിന്നാൻ ഒക്കില്ല, വായ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഗിരീഷിന് അന്ന് മദ്രാസിലേക്ക് വരാൻ പറ്റില്ല. അദ്ദേഹം പ്രേമിച്ച് കിട്ടിയതാണ് മുറപ്പെണ്ണിനെ. ആ ഭാര്യയ്ക്ക് അസുഖം, ഡോക്ടറെ കാണണം, കണ്ടേ പറ്റൂ, എന്തോ മോശമല്ലാത്ത അസുഖമാണ്. എനിക്കതുകൊണ്ട് ഭാര്യയെ വിട്ടിട്ട് വരാൻ പറ്റില്ല. ആദ്യമായിട്ട് കിട്ടുന്ന അവസരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ പ്രാണപ്രേയസിയെ ഡോക്ടറെ കാണിച്ചേ അടങ്ങുമെന്ന് വാശി പിടിച്ചു. കെ പി സുനിൽ വൈകുന്നേരത്തെ ട്രെയിനിൽ ചെന്നൈക്ക് പോയി. വിവരമറിഞ്ഞ യു വി രവീന്ദ്രനാഥ് പൂവച്ചിൽ തന്നെ രണ്ടാമത്തെ പാട്ട് എഴുതട്ടെ എന്ന് തീരുമാനിച്ചു. രാജാമണി വന്നു. ആദ്യ പാട്ട് ട്യൂണിട്ട് പൂവച്ചലിന് എഴുതാൻ കൊടുക്കുമ്പോഴേക്കും സമയം വൈകുന്നേരമായി. ഇതാണ് ഓരോ നിമിത്തം എന്ന് പറയുന്നത്. അടുത്ത ട്യൂണിനായി രാജാമണി ഹാർമോണിയത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അതാ വരുന്നു പുത്തഞ്ചേരി. ഭാര്യയെ ഡോക്ടറെ കാണിച്ച് സ്വസ്ഥമായി വീട്ടിലാക്കി കിട്ടിയ ട്രെയിനിൽ ഓപ്പൺ ടിക്കറ്റ് എടുത്ത് ചാടിക്കയറിയാണ് വരവ്. ഒന്നാമത്തെ കാഴ്ചയിൽ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അക്കാലത്ത് ഗിരീഷിനെ കണ്ട ഭയങ്കര അവശനാണ്, ഒരു നിരാശാ കാമുകനെ പോലെ ഇരിക്കുന്ന ഒരാളാണ്. 10-16 മണിക്കൂർ നിന്നുകൊണ്ട് ട്രെയിനിൽ യാത്രയും കൂടെ ചെയ്യുമെന്ന് പറയുമ്പോൾ ശരിക്കും ദുർബലനായി. വന്നപാടെ സുനിലിൻ്റെ മുറിയിൽ കയറി കുളിച്ചു. സംവിധായകൻ പറഞ്ഞ സന്ദർഭവും രാജാമണി പാടിക്കൊടുത്ത ട്യൂണിലും വേഗം പാട്ടെഴുതി. വായിച്ച് കേട്ടപ്പോൾ, അല്ലെങ്കിൽ പാടി കേട്ടപ്പോൾ നല്ല പാട്ട്. രാജാമണിയും യു വി രവീന്ദ്രനാഥും കന്നിപ്പാട്ടെഴുതിയ ഗിരീഷ് പുത്തഞ്ചേരി അഭിനന്ദിച്ചു. നന്ദി സൂചകമായി ഗിരീഷിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജാമണിയുടെ ഹാർമോണിയത്തിന് തൊട്ടു തൊഴുത് അയാൾ മടങ്ങി. തൻ്റെ സിനിമയിലെ കന്നിപ്പാട്ട് ആലേഖനം ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം പുത്തഞ്ചേരിക്ക് കിട്ടിയില്ല. സ്വന്തം കാശിൽ മുറിയെടുക്കാനുള്ള സ്ഥിതിയില്ല. മറ്റേ നിർമ്മാണമാണെങ്കിൽ വളരെ ശോഷിച്ച നിർമ്മാണവുമാണ്. ഗിരീഷ് തിരിച്ചു പോന്നു. ഗിരീഷ് വളർന്നു. പിന്നീട് എവിടെയെല്ലാം വെച്ച് കണ്ടോ അവിടെയൊക്കെ വെച്ച് ആദ്യം അവസരം നൽകിയ സ്നേഹം രവീന്ദ്രനാഥിന് തിരിച്ചു നൽകിയെന്നാണ് സിനിമയിൽ വളരെ അപൂർവമാണത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആദ്യ അവസരം കൊടുത്തവരുടെ നന്ദികേടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. രോഗബാധ നിയന്ത്രണം വിട്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് പാട്ടെഴുതാൻ അവസരം തന്ന യു വി രവീന്ദ്രനാഥിനെ കാണണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ സമയത്ത് യു വി രവീന്ദ്രനാഥ് സ്ട്രോക്ക് വന്ന് ഒരു വശത്ത് പ്രശ്നമായി അദ്ദേഹം വീട്ടിൽ തളയ്ക്കപ്പെട്ടു പോയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോകാനായില്ല. ഗിരീഷ് പുത്തഞ്ചേരിയെ ജീവനോടെ കാണാനും പറ്റിയില്ല. ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ യു വി രവീന്ദ്രനാഥ് നല്ല അവശനാണ്. പെർഫെക്ഷനുള്ള ഒരു പടം കൂടി സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. നീ നല്ല പേരുള്ളവനായല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നോട് പറയണം, നീ വളരെ പ്രശസ്തനായല്ലോ, ഒരുപാട് പേര് നിന്നെ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം സംസാരിച്ചു. MS ബാബുരാജാണ്, നമ്മളെ സംഗീത സംവിധായകൻ ബാബുക്കയാണ് സിനിമാ നഗരത്തിൽ രവീന്ദ്രൻ മുഴുപ്പിലങ്ങാടിനെ എത്തിച്ചത്. സിനിമയിൽ വിചാരിച്ച പോലെ ഒരു എൻട്രി കിട്ടാതെ പോയപ്പോൾ തുന്നൽക്കാരനായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ തുന്നൽ കട തന്നെ പൂട്ടി. നംനാട് എന്ന MGR സിനിമയുടെ സംവിധായകൻ, ജംബുലിംഗം എന്ന് പറഞ്ഞ നിർമ്മാതാവ് യു വി രവീന്ദ്രനാഥിന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ഒരു കാര്യവും സ്ഥിരമല്ല. ഇന്ന് നടന്നു പോകുന്നവൻ നാളെ ബെൻസിൽ വരും. അതുപോലെ ഇന്ന് ബെൻസിൽ പോകുന്നവൻ നാളെ നടന്നും വരും. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ മഹാനടിയായിരുന്ന സാവിത്രി. ഒരാളെയും അതുകൊണ്ട് അവഗണിക്കരുത്. ആരെന്താവും സിനിമയിലെന്ന് പറയാൻ കഴിയില്ല. ആഹാരം വിളമ്പുന്നവനും കാർ ഓടിക്കുന്നവനും നാളെ വലിയ നിർമ്മാതാവാകും. ആയിട്ടുണ്ട്, എനിക്കറിയാം പലരെയും. വലിയ നിർമ്മാതാവിൻ്റെ ജാടയിൽ ടെമ്പോയിൽ രാത്രിയിൽ കയറിയ സഹസംവിധായകനെ ഇറക്കിവിട്ട നിർമ്മാതാവിനെ എനിക്കറിയാം. രാത്രി വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ടെമ്പോയിൽ ആഹാരത്തിൻ്റെ പാത്രവും ആർട്ടും മറ്റതും മറിച്ചതും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതിലൂടെ അയാളുകൂടെ കയറാൻ പോയപ്പോൾ, നീ ആദ്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ വന്നല്ലേ, സ്വന്തം ചെലവിൽ വന്ന് വർക്ക് ചെയ്തിട്ട് പൊയ്ക്കളെന്നാ പറഞ്ഞാൽ, എന്നെ ടെമ്പി കയറാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ട ഒരു നിർമ്മാതാവിന്. ആ നിർമ്മാതാവ് ഈ ഇറക്കി വിട്ട പയ്യനോട് അവൻ വളർന്ന് പ്രശസ്തനായപ്പോൾ പോയി 2000 രൂപ കടം ചോദിച്ചതും എനിക്കറിയാം. യു വി രവീന്ദ്രനാഥ് ജംബുലിംഗം പറഞ്ഞത് മനസ്സിലാക്കി ജീവിച്ചു. അതുകൊണ്ടാണ് പുത്തഞ്ചേരിയെ പോലെ ഒരാളിന് ആദ്യമായിട്ട് പാട്ടെഴുതാനുള്ള അവസരം കിട്ടിയത്. ഈ യു വി രവീന്ദ്രനാഥും രാജാമണിയും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ
ഞാൻ ഇതൊക്കെയാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നത് ഇപ്പോൾ ആകെ രാജാമണിയും ഇല്ല, നമ്മുടെ പുത്തഞ്ചേരിയും ഇല്ല. എൻ്റെ പടത്തിന് പാട്ടെഴുതാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിണങ്ങിയതാണ്. ഈ ഒരുപാടെടുത്ത് വെച്ച് അത് പാച്ചപ്പ് ചെയ്യാൻ ഗിരീഷ് ശ്രമിച്ചതുമാണ്. ഞാൻ പിടികൊടുത്തില്ല. ഇപ്പോൾ അതിലെനിക്ക് മനസ്താപമുണ്ട്. കാരണം ഗിരീഷ് ഇത്ര വേഗം പോകുമെന്ന് വിചാരിച്ചില്ല. ഗിരീഷ് എവിടെയൊക്കെ വെച്ച് എന്നെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് ഞാൻ നിന്ന് കൊടുത്തില്ല, വഴങ്ങി കൊടുത്തില്ല. എന്തായാലും യു വി രവീന്ദ്രനാഥിനെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് 30 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം രോഗഗ്രസ്തനാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെന്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.